ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്, വിൻ പ്ലസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്സലൻസിൻ്റെ ഓൺലൈൻ മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥിനികൾക്കും ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് ആദ്യത്തെ 2 ചാപ്റ്ററുകൾ നമ്മൾ എന്ത് ചെയ്തു, ഫിനിഷ് ചെയ്തു അല്ലേ. ഇന്ന് നമ്മൾ മൂന്നാമത്തെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര് സമവാക്യ ജോഡികളാണ്. സമവാക്യ ജോഡികൾ അഥവാ പെയേഴ്സ് ഓഫ് ഇക്വേഷൻസ്. അതല്ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. സിമ്പിളാണ്. നിങ്ങൾ തുടക്കം മുതൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് എല്ലാ ക്വസ്റ്റ്യനുകളും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് സമവാക്യ ജോഡികളാണ്, പെയേഴ്സ് ഓഫ് ഇക്വേഷൻസ് ആണ്. ഇക്വേഷൻസ് അഥവാ സമവാക്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ. നമ്മൾ 8th പഠിച്ചിട്ടുണ്ട് സമവാക്യങ്ങൾ ഉണ്ടാക്കുന്നതും ആ സമവാക്യങ്ങൾ സോൾവ് ചെയ്യണമൊക്കെ, പരിഹാരം കണ്ടുപിടിക്കണമൊക്കെ. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് അറിയാത്ത എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ, ആ അറിയാത്ത കാര്യത്തിനെ നമ്മൾ എന്ത് ചെയ്യുക, എക്സ് അല്ലെങ്കിൽ വൈ എന്നുള്ള ചരങ്ങൾ വേരിയബിൾസ് ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യുക. എന്നിട്ട് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുക, 4x + 3 4x + 3 = അങ്ങനെ ഒരു സമവാക്യം ഉണ്ടാക്കുക. എന്നിട്ട് അതിലെ എക്സിൻ്റെ വില കണ്ടുപിടിക്കുക. അങ്ങനത്തെ ക്വസ്റ്റ്യനുകൾ നമ്മൾ 8th പഠിച്ച ഓർമ്മ ഉണ്ടല്ലോ, ഓർമ്മ. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകണമെന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തരും. ആ ക്വസ്റ്റ്യനിൽ നമുക്ക് വില അറിയാത്ത 2 കാര്യങ്ങളുണ്ടാവും. പറഞ്ഞാലോ, അതിൽ ഒരു കാര്യത്തിന് നമുക്ക് എക്സ് കൊണ്ടും ഒരു കാര്യത്തിന് വൈ കൊണ്ടും, 2 കാര്യങ്ങൾ നമുക്ക് 2 അൺനോൺ ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് ഉണ്ടാകും. ഒന്നിനെ എക്സ് കൊണ്ടും ഒന്നിനെ വൈ കൊണ്ടും നമുക്ക് എന്ത് ചെയ്യാം, സൂചിപ്പിക്കാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യനത്തിന് എന്തുണ്ടാവും, 2 ചരങ്ങളുണ്ടാവും. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചാൽ ഒരു ക്വസ്റ്റ്യനിൽ ഒരു ചര ഉണ്ടാവും. നമ്മൾ ഒന്നുകിൽ എക്സ് എടുക്കും അല്ലെങ്കിൽ വൈ എടുക്കും, അങ്ങനെ ഏതെങ്കിലും ഒന്ന് മാത്രം അറിയാത്തുണ്ടാവുള്ളൂ. ഈ ക്വസ്റ്റ്യനിൽ 2 കാര്യങ്ങൾ അറിയാത്തുണ്ടാവും. അതിൽ ഓരോന്നിനെ സൂചിപ്പിക്കാൻ എന്ത് ചെയ്യുക, ഓരോരോ ചരങ്ങൾ, ഓരോരോ വേരിയബിൾസ്, എക്സ് എന്നോ വൈ എന്നോ എ ബി എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. അങ്ങനെ എടുത്തതിന് ശേഷം ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യങ്ങൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യങ്ങൾ നല്ലപോലെ വായിച്ച് അത് ആലോചിച്ച് നമ്മൾ എന്ത് ചെയ്യണം, 2 സമവാക്യങ്ങൾ ഉണ്ടാക്കണം. ഒരേ ക്വസ്റ്റ്യനിൽ തന്നെ എന്ത് ചെയ്യണം, 2 സമവാക്യം. ആ 2 സമവാക്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരു ജോഡി സമവാക്യങ്ങളായി. അപ്പോൾ ഒരു ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജോഡി സമവാക്യങ്ങൾ, 2 സമവാക്യങ്ങൾ, അതാണ് സമവാക്യ ജോഡികൾ. ചലോ, സെയിം ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട 2 ഇക്വേഷൻസ്. ഓരോ ഇക്വേഷനിൽ എന്തുണ്ടാവും, 2 വേരിയബിൾസ് ഉണ്ടാവും. ഓരോ സമവാക്യത്തിലും 2 ചരങ്ങൾ ഉണ്ടാവും. ആ 2 ചരങ്ങളുള്ള 2 സമവാക്യങ്ങൾ, അതിനാണ് നമ്മൾ എന്ത് പറയുക, സമവാക്യ ജോഡികൾ. 2 വേരിയബിൾസ് ഉള്ള എ പെയർ ഓഫ് ഇക്വേഷൻസ്, അതാണെന്ത്, സമവാക്യ ജോഡികളിൽ പെയേഴ്സ് ഓഫ് ഇക്വേഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെങ്ങനെയാണ്, അങ്ങനെയുള്ള സംഭവങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ എക്സിൻ്റെയും വൈൻ്റെയും അല്ലെങ്കിൽ ആ ചരങ്ങളുടെ വില കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണത്, ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോണത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം, എല്ലാവരും ശ്രദ്ധിക്കാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് തുടങ്ങാം. ഒരാൾ കടയിൽ ചെന്നിട്ട് 2 പേനകളും, ഇപ്പോൾ നോക്കാം, 2 പെൻസ് കേട്ടോ, 3 നോട്ട്ബുക്സും വാങ്ങി, 3 നോട്ട്ബുക്കുകളും വാങ്ങി. ഇയാൾ കൊടുത്തത് 40 രൂപയാണ്. 40 രൂപയാണ് മനസ്സിലായാലോ. വേറൊരാൾ കടയിൽ ചെന്നിട്ട് ഇതേ സാധനങ്ങൾ തന്നെ, ഇതേ പേനും ഇതേ നോട്ട്ബുക്കും വാങ്ങിയത് എങ്ങനെ വെച്ചാൽ 2 പേനയും വാങ്ങി അയാൾ. അതേപോലെ തന്നെ അയാൾ 5 നോട്ട് ബുക്കും വാങ്ങി. 2 പേനയും 5 നോട്ട് ബുക്കുമാണ് വാങ്ങിയത്. മനസ്സിലായാലോ. ഇയാൾ കൊടുത്തത് 60 രൂപയാണ് കൊടുത്തത്. 60 രൂപയാണ് കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ ഒരു പേനയുടെ വില എത്രയാണ്, ഒരു നോട്ട് ബുക്കിൻ്റെ വില എത്രയാണ്, ഇതാണ് ക്വസ്റ്റ്യൻ. 2 പേനകൾക്കും 3 നോട്ട് ബുക്കിനും കൂടി എത്ര വില, 40 രൂപ. അതേലോ 2 പേനകൾക്കും 5 നോട്ട് ബുക്കിനും കൂടി വില എത്രയാണ്, 60 രൂപ. ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് എന്ത് ചെയ്യണം വെച്ചാൽ ഇതിൽ ഒരു സമവാക്യ ജോഡി രൂപീകരിച്ച് ഒരു പെയർ ഓഫ് ഇക്വേഷൻസ് ഫോം ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പേനയ്ക്ക് എത്രയാണ് വില, ഒരു നോട്ട് ബുക്കിന് എത്രയാണ് വില എന്ന് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ഇതാണ് വേണ്ടത്. പറഞ്ഞല്ലോ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ 2 കാര്യങ്ങളിൽ അറിയാത്തുണ്ടല്ലോ. ഏതൊക്കെയാണ് അറിയാത്തുള്ളത്? ഒന്ന്, പേനയുടെ വില എത്രയെന്നും നമുക്കറിയില്ല. രണ്ടാമത്തെ, നോട്ട് ബുക്കിന്റെ വില എത്രയെന്നും അറിയില്ല. മനസ്സിലായല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക, പേനയുടെ വില സമം എക്സ് എന്നും നമുക്കറിയില്ല എത്രയെന്നല്ല, എക്സ് എന്നും. അതേപോലെ നോട്ട് ബുക്കിന്റെ വില സമം വൈ എന്നും എടുക്കുക. പേനയുടെ വില എക്സ് ആയിട്ടും നോട്ട് ബുക്കിന്റെ വില വൈ ആയിട്ടും എടുക്കുക. അപ്പോൾ 2 അറിയാത്ത കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, 2 ചരങ്ങൾ ഉപയോഗിച്ച് എക്സും വൈ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്തു, സൂചിപ്പിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ ക്വസ്റ്റ്യൻ വായിച്ച് 2 സമവാക്യങ്ങൾ ഉണ്ടാക്കണം. 2 സമവാക്യം. ആ ആദ്യത്തെ സമവാക്യം ഉണ്ടാക്കാൻ തന്ന വേറെ നോക്കൂ, ഇവിടെ നോക്കൂ. 2 പേനകളും 3 നോട്ട് ബുക്കും വാങ്ങിയ ആൾ 40 രൂപയാണ് കൊടുത്തത് എന്ന് പറഞ്ഞാൽ അതിന്റെ വില 40 രൂപയാണ്.
ശരിയല്ലേ? ഇവിടെ നോക്കൂ, ഒരു പേനൻ്റെ വില എക്സ് ആണ്. ഇപ്പം രണ്ട് പേനൻ്റെ വില എന്ന് പറയുമ്പോൾ എന്തായി? 2x ആയി, 2x ആയി. ശരിയാണോ? ഒരു പേനൻ്റെ വില എക്സ് ആണെങ്കിൽ രണ്ട് പേനൻ്റെ വില 2x, 2x. ശരിയല്ലേ? ഒരു നോട്ട് ബുക്കിൻ്റെ വില y ആണ്. ഇയാൾ വാങ്ങിയത് 3 നോട്ട് ബുക്കാണ്. അപ്പോൾ 3 നോട്ട് ബുക്കിൻ്റെ വില എത്രയാവും? 3y വരും, 3y വരും. ഇത് ഒരു പേനൻ്റെ വില, ആകെ 2 പേനകൾ, അപ്പോൾ 2x ആണല്ലോ. ഒരു നോട്ട് ബുക്കിൻ്റെ വില y ആണ്, 3 നോട്ട് ബുക്കിൻ്റെ വില പറയുമ്പോൾ 3y വരും. ശരിയല്ലേ? ഇത് രണ്ടും കൂടി ചേരുമ്പോൾ, അപ്പോൾ പ്ലസ് ഇടാണ്, രണ്ടും കൂടി ചേരുമ്പോൾ 2 പേനൻ്റെയും 3 നോട്ട് ബുക്കിൻ്റെയും വില സമം എത്രയാണ്? അത് 40 രൂപ എന്ന് പറഞ്ഞാൽ സമം 40 ആണ്. ഇതാണ് ഒരു സമവാക്യം. ഇങ്ങനെ ഉണ്ടാവും ഒരു സമവാക്യം. സമവാക്യം ഉണ്ടാക്കുമ്പോൾ ഒരു എക്സ് ഉള്ള ഒരു പദം ഉണ്ടാവും, y ഉള്ള ഒരു പദം ഉണ്ടാവും, പിന്നെ സമം ഈക്വൽ സൈൻ ഉണ്ടാവും, അതിൻ്റെ അപ്പുറത്ത് ഉണ്ടാവും ഒരു നമ്പർ ഉണ്ടാവും. ഇങ്ങനെ ഈ രൂപത്തിലാണ് ഒരു സമവാക്യം വരിക. പറഞ്ഞാൽ ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് നമുക്ക് സമവാക്യം 1 എന്ന് പേര് കൊടുക്കാം. ഒന്നാമത്തെ സമവാക്യം നമുക്ക് സമവാക്യം ഏതാന്ന് പറയേണ്ടി വരുമ്പോൾ 1, 2 എന്നിങ്ങനെ പറഞ്ഞാൽ മതി. അതിന് വേണ്ടി സമവാക്യം 1 എന്ന് പേര് കൊടുക്കാം. ആണോ? ഒന്നാമത്തെ സമവാക്യം. ഒരു സമവാക്യം ഉണ്ടായില്ലേ? ഇനി ഈ ക്വസ്റ്റ്യനിൽ തന്നെ എക്സിനെയും വൈനെയും തമ്മിൽ ബന്ധപ്പെടുത്തുന്ന ഒരു സമവാക്യം കൂടി തന്നിട്ടുണ്ട്, ഒരു ഇൻഫർമേഷൻ കൂടി തന്നിട്ടുണ്ട്. എന്താ നോക്കുക? 2 പേനകളും 5 നോട്ട് ബുക്ക് കൂടി വാങ്ങി കഴിഞ്ഞാൽ 60 രൂപയും തന്നിട്ടുണ്ട്. ഉണ്ടോ? അപ്പോൾ നമുക്ക് ഒരു സമവാക്യം കൂടി ഉണ്ടാക്കാൻ പറ്റും. ആ സമവാക്യം ഉണ്ടാവുക, 2 പേന എന്ന് പറയുമ്പോൾ എന്തായി? ഒരു പേനൻ്റെ വില എക്സ് ആയതുകൊണ്ട് 2 പേനയുടെ വില 2x, 2x അല്ലേ? 5 നോട്ട് ബുക്കാണ്, 5 നോട്ട് ബുക്കാണ്. 5 നോട്ട് ബുക്ക് പറയുമ്പോൾ ഒരു നോട്ട് ബുക്കിൻ്റെ വില y ആണ്. അപ്പം 5 നോട്ട് ബുക്കിൻ്റെ വില എത്ര വരും? 5y എന്ന് വരും. ശരിയാണോ? ഇത് രണ്ടും കൂടി ചേരുമ്പോൾ 2 പേനക്കും 5 നോട്ട് ബുക്കിനും കൂടി വില എത്രയാണ് വരുന്നത്? അത് 60 രൂപ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? സമം 60 എന്ന് എഴുതുക. ഇതാണ് നമ്മുടെ സമവാക്യം 2 ആണോ? ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞ ആ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജോഡി 2 സമവാക്യങ്ങളാണ് നമ്മളിവിടെ. ഈ 2 സമവാക്യങ്ങളാണ് സമവാക്യ ജോഡികൾ. 2 ഇക്വേഷൻസ് ഉണ്ടാക്കിയിട്ട് ആ 2 ഇക്വേഷൻസിനാണ് പെയർ ഓഫ് ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഒരേ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട 2 ഇക്വേഷൻസ് ആണ്. ഇത് സെയിം ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട 2 ഇക്വേഷൻസ് ആണ്. ആണോ? ഓരോ ഇക്വേഷനിലും എന്തുണ്ടായിരിക്കും? 2 വേരിയബിൾസ്. ഇവിടെ ഒരു എക്സ്, ഇവിടെ ഒരു വൈ ആണോ? ഇവിടെ ഒരു എക്സ്, ഇവിടെ ഒരു വൈ, 2 വേരിയബിൾസ് ഉണ്ടാവും. ഇതാണ് പെയർ ഓഫ് ഇക്വേഷൻസ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഇതേപോലെ ക്വസ്റ്റ്യനുകൾ വായിച്ച് അതിൽ ഒന്നിനെ എക്സ് എന്നും ഒരു അറിയാത്ത ഒരു കാര്യത്തിന് എക്സ് എന്നും മറ്റൊരു കാര്യത്തിന് വൈ എന്നും കൊടുത്ത് ഇതേപോലെ 2 സമവാക്യങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇനി ഇതിൽ നിന്ന് എത്രയാണ് എക്സിൻ്റെ വില, എത്രയാണ് വൈൻ്റെ വില എന്ന് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. പറഞ്ഞാലോ? അത് കണ്ടുപിടിക്കേണ്ടതാണ് ഈ ഇക്വേഷൻസ് സോൾവ് ചെയ്യാന്ന് പറയാം. സോൾവ് ചെയ്യുക. എന്താ പറയുക? സോൾവ്. മലയാളം മീഡിയംകാർക്കൊക്കെ അത് പറയാം. സോൾവ് ചെയ്യുക. ആ ഇക്വേഷൻസ്, ആ സമവാക്യങ്ങൾ സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിലെ എക്സിൻ്റെ വില എത്രയാണ്, എക്സ് എത്രയാണ്, വൈ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. എക്സ് എത്രയാണ്, വൈ എത്രയാണ് കണ്ടുപിടിക്കണമെന്ന് എന്താ പറയുക? ആ സമവാക്യങ്ങൾ സോൾവ് ചെയ്യുക എന്ന് പറയാം. സോൾവ് ചെയ്യുക എന്നുവെച്ചാൽ പരിഹരിക്കുക, അതിൻ്റെ പരിഹാരം കണ്ടുപിടിക്കുക. പരിഹാരം എന്ന് പറഞ്ഞാൽ എക്സിൻ്റെയും വൈൻ്റെയും വില എത്രയെന്നുള്ളത്, അതാണ് പരിഹാരം കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. പറഞ്ഞാലോ? അപ്പോൾ ഇത് സോൾവ് ചെയ്യാനുള്ള ടെക്നിക്കുകളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് ഈ ചാപ്റ്ററിൽ പഠിക്കുക. അപ്പോൾ ഇത് എങ്ങനെ നമ്മൾ ചെയ്യാൻ നമുക്ക് നോക്കാം. ശരിക്കും ശ്രദ്ധിക്കാം. അപ്പോൾ ഇത് ഞാൻ മായ്ച്ചെല്ലാം ഇവിടെ നോക്കുക. അപ്പോൾ സമവാക്യങ്ങളായല്ലേ? ഇങ്ങനെ 2 സമവാക്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ, 2 ചരങ്ങളുള്ള 2 വേരിയബിൾസ് ഉള്ള 2 സമവാക്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? ഈ 2 സമവാക്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യുക? താഴെ ഇങ്ങനെ എഴുതി വെക്കുക. അങ്ങനെ എഴുതണം. ഒരു സമവാക്യം 2 സമവാക്യം താഴെ എഴുതിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? ഒരു സമവാക്യം ആ രണ്ടാമത്തെ സമവാക്യം, 2 സമവാക്യം കൂടി തമ്മിൽ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. 2 കൂടി കൂട്ടാം. 2 സമവാക്യങ്ങൾ തമ്മിൽ കൂട്ടാം. സമവാക്യം 1ഉം സമവാക്യം 2ഉം തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ നമുക്ക് കൂട്ടാം, ആഡ് ചെയ്യാം. 2 സമവാക്യങ്ങൾ ആഡ് ചെയ്യാം. അതല്ലെങ്കിൽ ഒരു സമവാക്യത്തിൽ നിന്ന് വേറൊരു സമവാക്യം നമുക്ക് മൈനസ് ചെയ്യാം. അതായത് ഏതെങ്കിലും ഒരു സമവാക്യത്തിൽ നിന്ന് ഒരു സമവാക്യം ഇങ്ങനെ ഒന്നാമത്തെ സമവാക്യത്തിന് രണ്ടാമത്തെ സമവാക്യം മൈനസ് ചെയ്യാം, അല്ലെങ്കിൽ രണ്ടാമത്തെ സമവാക്യത്തിൽ നിന്ന് ഒന്നാമത്തെ സമവാക്യം മൈനസ് ചെയ്യാം. എങ്ങനെ? ഏതെങ്കിലും ഒരു സമവാക്യത്തിൽ മറ്റൊരു സമവാക്യം മൈനസ് ചെയ്യാം. ഇത് രണ്ടുമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അതായത് ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോൾ അതിന് ആൻസർ എങ്ങനെ ചെയ്യാൻ നോക്കുക? ഈ 2 സമവാക്യം കൂടി എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കുക? ഈ ഒന്നാമത്തെ സമവാക്യം രണ്ടാമത്തെ സമവാക്യം കൂടി എങ്ങനെ കൂട്ടാന്ന് വെച്ചാൽ ഈ 2x ഈ 2x കൂടി കൂട്ടുക. അപ്പം എത്ര കിട്ടും? 4x. അതുകൂടെ എഴുതാണോ? എഴുതും. ഈ 3y-യും 5y കൂടി കൂട്ടുക എത്ര കിട്ടും? 8y. അതിൻ്റെ താഴത്ത് ചെയ്താൽ പ്ലസ് 8y ആണോ? ഈ സമത്തിന് നേരെ താഴെ സമം കൊടുക്കും. 60 40 കൂടി കൂട്ടപ്പോൾ എത്രയായി? 100 ആണോ? ഇതാണ് ഒന്നാമത്തെ സമവാക്യം രണ്ടാമത്തെ സമവാക്യം കൂട്ടിയാൽ കിട്ടുക. സമവാക്യങ്ങൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ വേറൊരു സമവാക്യമാണ് കിട്ടുക. 2 സമവാക്യങ്ങൾ തമ്മിൽ കൂട്ടിയാൽ എന്താ കിട്ടുക? മൂന്നാമതൊരു സമവാക്യമാണ് കിട്ടുക. ആണോ? അങ്ങനെ കിട്ടും. അങ്ങനെയാണ് സമവാക്യങ്ങൾ കൂട്ടുന്നത്. മനസ്സിലായല്ലോ? അതിലെ ഒരേ പോലുള്ള പദങ്ങളാണോ? ഇവിടെ 2 x ഉള്ള പദങ്ങൾ കൂട്ടാൻ അതിൻ്റെ താഴത്ത് ചെയ്താൽ, y ഉള്ള പദങ്ങൾ കൂട്ടാൻ താഴത്ത് ചെയ്താൽ, ഈക്വൽ സൈൻ്റെ താഴത്ത് ഈക്വൽ സൈൻ കൊടുക്കുക. ആ സംഖ്യകൾ കൂട്ടാൻ താഴത്താണ് കൂട്ടാന്ന് പറഞ്ഞത്. അപ്പോൾ മൈനസ് ചെയ്യാർ എന്തായിരിക്കും? മൈനസ് ചെയ്യാർ അതേപോലെ തന്നെ ഇതിന്ന് ഇത് മൈനസ് ചെയ്യുക അതിന് താഴത്ത് ചെയ്താൽ, ഇതിന്ന് ഇത് മൈനസ് ചെയ്യുക അതിൻ്റെ താഴത്ത് ചെയ്താൽ, ഇതിന്ന് ഇത് മൈനസ് ചെയ്യുക അതിൻ്റെ താഴത്ത്. അതാണ് മൈനസ് ചെയ്യുക എന്നാണ് അർത്ഥം.
മനസ്സിലായല്ലോ? അപ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കൂട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് കിട്ടുക? ഈ കിട്ടുന്ന സമവാക്യത്തിൽ എക്സും വൈ ഉണ്ടോ? ഉണ്ട്. കിട്ടുന്ന സമവാക്യത്തിൽ എക്സ് ഉള്ള പദം ഉണ്ട് അല്ലേ? വൈ ഉള്ള പദം അല്ലേ? വൈ ഉള്ള പദം ഉണ്ട്. കണ്ടോ? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒന്നുകിൽ ഈ രണ്ട് സമവാക്യങ്ങൾ കൂട്ടുക, അതല്ലെങ്കിൽ ഒരു സമവാക്യത്തിൽ നിന്ന് വേറൊരു സമവാക്യം എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. ഏതെങ്കിലും ഒന്ന് നമുക്ക് ചെയ്യാം. പറഞ്ഞാലോ? അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരമായിട്ട് കിട്ടുന്ന സമവാക്യത്തിൽ ഒന്നുകിൽ എക്സ് ഇല്ലാതെ ആവണം, അല്ലെങ്കിൽ വൈ ഇല്ലാതെ ആവണം. അടോ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഏതെങ്കിലും ഒന്ന് ചെയ്യുമ്പോൾ എന്താവണം? ഒരു വേരിയബിൾ, ഒരു ചരം ഇല്ലാതാവണം, ഒരു ചരം എലിമിനേറ്റഡ് ആവണം. എലിമിനേഷൻ എന്ന് കേട്ടില്ലേ? ഇല്ലാതാവണം. ഇപ്പോൾ ഇവിടെ കൂട്ടി നോക്കിയപ്പോൾ ഇവിടെയും എക്സ് കൂട്ടി നോക്കിയപ്പോൾ കിട്ടുന്ന ഉത്തരത്തിൽ എക്സും ഉണ്ട് വൈയും ഉണ്ട്. അപ്പോൾ കൂട്ടിയിട്ട് ഒരു ചരങ്ങൾ എന്ത് ചെയ്യണില്ല? ഒഴിവാവുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് നോക്കട്ടെ. കുറച്ച് നോക്കുക. നമ്മൾ കുറച്ച് നോക്കാന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാൻ നോക്കുക? നമുക്ക് ഇഷ്ടമുള്ള ഒരു സമവാക്യത്തിൽ മറ്റേ സമവാക്യം കുറയ്ക്കാം. ഞാൻ ചെയ്യാൻ പോണത് രണ്ടാമത്തെ സമവാക്യത്തിൽ ഒന്നാമത്തെ സമവാക്യം കുറച്ച് നോക്കുക. കാരണം എന്താ? രണ്ടാമത്തെ സമവാക്യത്തിലാണ് വലിയ സംഖ്യകളൊക്കെ ആണോ? അപ്പോൾ കുറയ്ക്കാൻ സുഖം അതാണ്. അപ്പോൾ ഞാനിവിടെ എഴുതാൻ ശ്രദ്ധിക്കുക. ഞാൻ എന്താ ചെയ്യുന്നത് ഇവിടെ എഴുതാൻ പോണേ? സമവാക്യം 2 മൈനസ് സമവാക്യം 1. സമവാക്യം 2 അതിനർത്ഥം 2 മൈനസ് 1 അല്ല, സമവാക്യം 2 മൈനസ് സമവാക്യം 1. ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1 എന്താ കിട്ടാൻ ഇവിടെ എഴുതാൻ പോണേ? അപ്പോൾ രണ്ടാമത്തെ സമവാക്യം നോക്കൂ. 2x പ്ലസ് 5y = 60. സമവാക്യം 2 എഴുതുന്നതൊക്കെ 2x പ്ലസ് 5y = 60 ആണ് രണ്ടാമത്തെ സമവാക്യം. മൈനസ് അതിന്ന് മൈനസ് ചെയ്യണം. എന്താ മൈനസ് ചെയ്യേണ്ടത്? ഒന്നാമത്തെ സമവാക്യം മൈനസ് അതിൻ്റെ താഴത്തെ അത് എഴുതുക. 2x പ്ലസ് 3y = 40. ഇതാണ് രണ്ടാമത്തെ സമവാക്യം. ആണോ? അപ്പോൾ സമവാക്യം 2-ൽ നിന്ന് സമവാക്യം 1 മൈനസ് ചെയ്യണം ഞാൻ ചെയ്യണം. അങ്ങനെ മൈനസ് ചെയ്യുമ്പോൾ നോക്കാം. എന്താ നോക്കാം? 60 നിന്ന് 40 കുറച്ചാൽ എത്ര കിട്ടും? 20. ആ 20 അവിടെ എഴുതിച്ചു കേട്ടോ. സമത്തിന്റെ താഴെ നമ്മൾ സമം എഴുതണം. സമം എഴുതി. കണ്ടോ? ഇനി 5y നിന്ന് 3y കുറച്ച് നോക്കുക. 5y നിന്ന് 3y കുറച്ചാൽ 2y എന്നാണ് കിട്ടുക. കണ്ടോ? അതവിടെ എഴുതി. എഴുതിയോ? എഴുതി. 2x നിന്ന് 2x കുറച്ച് എന്തായി? 0 ആണോ? 2x നിന്ന് 2x കുറച്ച് പിന്നെ ഒന്നുമില്ല. അപ്പോൾ അവിടെ 0 അവിടെ അത് എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. കണ്ടോ? കണ്ടോ? നേരത്തെ നമ്മളിവിടെ കൂട്ടിയപ്പോൾ ഇവിടെ x ഉള്ള പദം ഉണ്ടായിരുന്നു, y ഉള്ള പദം ഉണ്ടായിരുന്നു, സംഖ്യ ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ചപ്പോൾ എന്തായി? കുറച്ചപ്പോൾ കിട്ടിയ ഉത്തരത്തിൽ എന്തില്ല? ഒരു ചരം ഇല്ലാതായി. കണ്ടോ? ഒരു ചരം ഇല്ലാതായി. എന്താണ്? എക്സ് എന്ന ചരം എലിമിനേറ്റഡ് ആയിപ്പോയി, ഇല്ലാതായി പോയി. കണ്ടോ? അപ്പൊ നമ്മൾ കൂട്ടല്ല വേണ്ടത്, നമ്മൾ കുറയ്ക്കുകയാണ് വേണ്ടത്. ഒരു ചരം ഇല്ലാതാവണത് എന്ത് ചെയ്യുമ്പോഴാണോ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പറഞ്ഞു മനസ്സിലായാലോ? രണ്ട് സമവാക്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അത് പരിഹരിക്കാനുള്ള ടെക്നിക്കുകളാണ് ഞാൻ പറയുന്നത്. പറഞ്ഞു മനസ്സിലായാലേ? എക്സിന്റെ വൈന്റെ വാല്യൂ കാണാനുള്ള ടെക്നിക്കാണ് പറഞ്ഞത്. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു ഇക്വേഷനിൽ നിന്ന് മറ്റേ ഇക്വേഷൻ മൈനസ് ചെയ്യാം, അല്ലെങ്കിൽ രണ്ട് ഇക്വേഷൻ കൂടി നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. ഇത് രണ്ടും നമുക്ക് ചെയ്യാം. ഏതാണ് നമ്മൾ ചെയ്യേണ്ടത്? എങ്ങനെ നമ്മൾ നോക്കുക? ഒരു സമവാക്യം ആൻസർ ആയിട്ട് കിട്ടുന്ന സമവാക്യത്തിൽ എന്തുണ്ടാകാൻ പാടില്ല? ഒരു ചരം ഇല്ലാതാവണം. ഒരു ചരം എലിമിനേറ്റഡ് ആവണത് എപ്പോഴാണോ, ഇല്ലാതാവണത് എപ്പോഴാണോ, അത് കൂട്ടുമ്പോഴാണോ കുറയ്ക്കുമ്പോഴാണോ നോക്കുക. കൂട്ടുമ്പോഴാണെങ്കിൽ അത് ചെയ്യുക, കുറയ്ക്കുമ്പോഴാണെങ്കിൽ അത് ചെയ്യാം. ഈ രണ്ടും ചെയ്യുമ്പോൾ ഒരു ചരം ഇല്ലാതാവണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒന്ന് ചെയ്യാം. അങ്ങനെയാണ് തീരുമാനം. പറഞ്ഞാലോ? അപ്പോൾ ഇവിടെ രണ്ടാമത്തെ സമവാക്യത്തിന് ഒന്നാമത്തെ സമവാക്യം കുറച്ചപ്പോൾ എന്തുണ്ടായി? ഒരു ചരം എക്സ് ഇല്ലാതെ. അപ്പം നമുക്ക് എന്ത് കിട്ടി? 2y = 20. ഒരു ചരം ഇല്ലാതെ ഒരു ചരം മാത്രമുള്ള സമവാക്യം ഇട്ട്. ഒരു ചരം മാത്രമുള്ള സമവാക്യം ഇട്ട് നമുക്ക് വേഗം അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ നോക്കൂ. 2y = 20. 2y = 20 ആണെങ്കിൽ y = എത്ര കിട്ടും? y = 20/2 എത്ര കിട്ടും? 10 എന്ന് കിട്ടും. അടാ ഒരു ചരത്തിന്റെ വില. ഒരു ചരം ഇല്ലാതായി കഴിഞ്ഞാൽ മറ്റേ ചരത്തിന്റെ വില നമുക്ക് വേഗം കിട്ടും. അതിനാണ് ഇപ്പോൾ നമ്മൾ ഈ പണി ചെയ്ത്. കണ്ടോ? അപ്പോൾ y = 10 എന്താ y എന്ന് പറഞ്ഞാൽ? y എന്ന് പറഞ്ഞാൽ എന്താ? y എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എടുത്തത് എന്താണ്? ഒരു നോട്ട് ബുക്കിന്റെ വിലയാണ് നമ്മൾ y ആയിട്ട് എടുത്തത്. അപ്പോൾ നോട്ട് ബുക്കിന്റെ വില നമുക്ക് എത്ര കിട്ടി? 10 എന്ന് കിട്ടി. കണ്ടോ? ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു ചരത്തിന്റെ വില 10 എന്ന് കിട്ടി. ഒരു സംഖ്യ കിട്ടിക്കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ ചരത്തിന്റെ വില കാണാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനി എളുപ്പമാണ്. ഇനി എന്ത് ചെയ്താൽ മതി? നമ്മൾ നേരത്തെ എഴുതി വെച്ച ഒന്നാമത്തെ രണ്ടാമത്തെ രണ്ട് സമവാക്യങ്ങളിലെ ഈ രണ്ട് സമവാക്യങ്ങളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സമവാക്യം എടുക്കുക. ആ സമവാക്യത്തിൽ കിട്ടിയ ചരത്തിന്റെ വൈന്റെ വിലയാണ് 10. അപ്പോൾ y കാണുന്നിടത്ത് ഒന്ന് കൊടുക്കുക. 10 എന്ന് കൊടുത്ത് ക്രിയ ചെയ്താൽ എന്ത് കിട്ടും? എക്സിന്റെ വിലയും കിട്ടും. പറഞ്ഞാലോ? ഏതെങ്കിലും ഒരു ചരത്തിന്റെ വില കിട്ടിക്കഴിഞ്ഞാൽ ഈ കിട്ടിയ വില എന്ത് ചെയ്യുക? നമ്മൾ എഴുതി വെച്ച ഏതെങ്കിലും ഒരു സമവാക്യത്തിൽ കൊടുക്കുക. അപ്പോൾ അവിടെ നോക്കൂ. ഞാൻ ഒന്നാമത്തെ സമവാക്യം എടുക്കണം. അപ്പോൾ ഇത് ക്ലിയർ ആയിട്ടോ? y = 10 നമുക്ക് കിട്ടി. ഞാൻ അവിടെ എഴുതിക്കണം y = 10 എന്ന് കിട്ടിയാൽ മതി. ഇനി നമ്മൾ ഒന്നാമത്തെ അതെങ്ങനെ എഴുതാം? ഒന്നാമത്തെ സമവാക്യം എടുക്കുക എന്നെങ്ങനെ എഴുതാം? ഒന്നാമത്തെ സമവാക്യം ഇക്വേഷൻ 1 ഇംപ്ലൈസ് ഇങ്ങനെ എഴുതാം. എന്നിട്ട് ഒന്നാമത്തെ സമവാക്യം ഇതെന്താണ്? 2x പ്ലസ് 3y = 40. ഇതാണ് ഒന്നാമത്തെ സമവാക്യം. ഈ സമവാക്യത്തിൽ വൈക്ക് വില കിട്ടി 10 അല്ലേ? അപ്പോൾ y കാണുന്നത് 10 കൊടുക്കുക. അപ്പോൾ നോക്കിക്കോളൂ. 2x പ്ലസ്
3y എന്ന് പറയുമ്പോൾ 3 × 10. 3y എന്ന് പറയുമ്പോൾ 3 × y ആണ്. വൈൻ്റെ വില 10. ദിസ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? 40 കിട്ടും കേട്ടോ. ഒന്നുകൂടി നന്നാക്കി എഴുതി കഴിഞ്ഞാൽ 2x പ്ലസ് 3 × 10 എത്രയാണ്? 30 = 40 എന്ന് കിട്ടും കേട്ടോ. ഇതെന്താ? 2x-ഉം 30-ഉം കൂടി കൂട്ടി കഴിഞ്ഞാൽ 40 കിട്ടും. 2x-ഉം 30 കൂടി കൂട്ടിയാൽ 40 കിട്ടും. ഇനി എങ്ങനെ 2x കാണാം? 2x എങ്ങനെ കാണാം? 2x കാണാൻ ഈ 40 ഇതാ ഈ പ്ലസ് 30 അങ്ങോട്ട് ഉണ്ടാവും, -30 ആവും കേട്ടോ. 40 30 കുറച്ച് എത്രയാണ്? 10 വരിക കേട്ടോ. എന്താണ് ഈ 10? 2x = 10 ആണ്. 2x = 10 ആണ്. അപ്പോൾ x എത്ര ഉണ്ടാവും? 2x = 10 ആണെങ്കിൽ 10/2 എത്ര ഉണ്ടാവും? 5 എന്നും കിട്ടും കേട്ടോ. അപ്പോൾ വൈൻ്റെ വില നമുക്ക് എന്ത് കിട്ടി? 10 എന്ന് കിട്ടി. ആ കിട്ടിയ വില ഒന്നാമത്തെ സമവാക്യത്തിൽ ഏതെങ്കിലും സമവാക്യം എടുത്താൽ മതി. ഏതെങ്കിലും സമവാക്യത്തിൽ വൈൻ്റെ വില കൊടുത്ത് ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? രണ്ടാമത്തെ ചരത്തിൻ്റെ വിലയും കിട്ടും. ഇപ്പം എന്താ നമുക്ക് കിട്ടിയത്? x = 5 എന്നും കിട്ടി, y എത്ര കിട്ടി? 10. ഇതെല്ലാം നമ്മളെ ആൻസർ. ഈ x y ഒക്കെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി, ഇതിന് ആൻസർ കണ്ടെത്താൻ വേണ്ടി നമ്മൾ എടുത്ത ഐഡിയകളാണ് അല്ലേ? എന്താണ് നമ്മൾ x y ഒക്കെ എടുത്ത്? പേനയുടെ വിലയാണ് x ആയിട്ട് എടുത്തത്. അപ്പോൾ പേനയുടെ വില എത്രയാണ്? 5 രൂപയാണ്. പറഞ്ഞാലോ നോട്ട് ബുക്കിന്റെ വില നമ്മൾ എന്തായാലും എടുത്തത്? y ആയിട്ട്. അപ്പോൾ നോട്ട് ബുക്കിന്റെ വില എത്രയാണ്? 10. അപ്പോൾ അവസാനം നമ്മൾ പറയുന്നത് പേനയുടെ വില സമം 5 രൂപ, നോട്ട് ബുക്കിന്റെ വില സമം പ്രൈസ് ഓഫ് എ പെൻ ഈക്വൽ ടു 5 rupees, പ്രൈസ് ഓഫ് എ നോട്ട് ബുക്ക് ഈക്വൽ ടു 10 rupees. നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ എഴുതണം കേട്ടോ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യണം? അതിന് ആൻസറുകൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആൻസർ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത്? ഇതേപോലത്തെ ക്വസ്റ്റ്യനുകളിൽ നമുക്ക് അറിയാത്ത 2 കാര്യങ്ങളെ ഒരു കാര്യത്തിനെ x കൊണ്ടും രണ്ടാമത്തെ കാര്യത്തിനെ y കൊണ്ടും സൂചിപ്പിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ വായിച്ച് 2 സമവാക്യങ്ങൾ ഉണ്ടാക്കും. ആ 2 സമവാക്യങ്ങൾ നമ്മൾ എന്താ ചെയ്യുക? ഒന്നുകിൽ കൂട്ടുക അല്ലെങ്കിൽ കുറയ്ക്കുക. അങ്ങനല്ലേ? അത് എന്താ ഏതാണ് ചെയ്യേണ്ടത് എങ്ങനെ തീരുമാനിക്കുക? എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോൾ എന്താവണം? ഒരു ചരം ഇല്ലാതാവണം. ഒന്നുകിൽ കൂട്ടുമ്പോഴോ അല്ലെങ്കിൽ കുറയ്ക്കുമ്പോഴോ എന്താവണം? ഒരു ചരം ഇല്ലാതാവണം. കൂട്ടുമ്പോഴോ കുറയ്ക്കുമ്പോഴോ ഈ കേസിൽ നോക്കുക, ഇവിടെ ഒരു ചരം ഇല്ലാതാവാനുള്ള കാരണം എന്താ? അവിടെ നോക്കുക, ഇവിടെയും 2x ഇവിടെയും 2 ഭാഗത്തും ഒരേപോലെ വന്നതുകൊണ്ടല്ലേ 2x 2x കുറയ്ക്കുമ്പോൾ 0 കിട്ടിയത്. ശരിയല്ലേ? അപ്പോൾ ഇതേപോലെ ഈ എക്സിന്റെ ഗുണകം ആയ 2 ഇതിന്റെ ഇവിടെ 2 ഒരേ സംഖ്യകൾ വരും. അല്ലെങ്കിൽ ഇവിടെ വരണം. ഇവിടെ നമ്മൾ ഈ സമവാക്യം ഇവിടെ 5y ആണെങ്കിൽ ഇവിടെ 5y. അപ്പോൾ 5y 5y കുറച്ചാൽ കിട്ടും 0 കിട്ടും, 0 കിട്ടും. അങ്ങനെ വരണം. അപ്പോൾ ഏതെങ്കിലും ഒരു ചരത്തിന്റെ ഗുണകങ്ങൾ തുല്യമാവണം. അത് തുല്യമാവുമ്പോഴാണ് എന്ത് ചെയ്യുക? കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടുക? 0 കിട്ടുക. പറഞ്ഞു മനസ്സിലാവണ്ടോ? ഇവിടെ എക്സിന്റെ ഗുണകങ്ങൾ ഇവിടെ 2x ആണ്, ഇവിടെ 2x. ഇവിടെ 2 കൊടുത്ത് 2 ആണ്. 2 ആയതുകൊണ്ടാണ് ആ 2 ന്ന് 2 കുറക്കുമ്പോൾ എന്ത് കിട്ടി? 0x കിട്ടി, 0 കിട്ടിയത്. ശരിയല്ലേ? ഇവിടെ 3ഉം ഇവിടെ 5 ആകുമ്പോൾ അങ്ങനെ വേറെ വേറെ സംഖ്യകളാകുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ 0 കിട്ടില്ല, കുറച്ച് x കിട്ടും. ഇവിടെ 5x 3x കുറച്ച് 2 അല്ല 5y 3y കുറച്ച് 2y കിട്ടും വരും. അപ്പോൾ കുറച്ചാൽ 0 കിട്ടണമെങ്കിൽ എന്താണ്? 2ന്റെയും ഗുണകങ്ങൾ എന്താണ്? തുല്യമാണ്. അപ്പോൾ തുല്യമായിട്ട് വരുന്ന രീതിയിലാണ് നമുക്ക് സമവാക്യങ്ങൾ കിട്ടിയതെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു സമവാക്യത്തിൽ നിന്ന് വേറൊരു സമവാക്യം എന്ത് ചെയ്താൽ മതി? കുറച്ചാൽ മതി. പറഞ്ഞാലോ? അപ്പോൾ മനസ്സിലായി. ഇനി എപ്പോഴാണ് കൂട്ടിയാൽ 0 കിട്ടുക? അത് നിങ്ങൾ പറയും. കൂട്ടിയാൽ എപ്പോഴാണ് 0 കിട്ടുക? അവിടെ നോക്കിക്കോളൂ. ഞാൻ അത് മാറ്റാം. കൂട്ടിയാൽ 0 കിട്ടുക. നിങ്ങൾക്ക് ഇവിടെ നോക്കാം. ഇവിടെ 5y, ഇവിടെ 5y, ഇവിടെയും 5y ആണ്. അങ്ങനെ ഇവിടെ പ്ലസ് 5y ആയിരിക്കാം. ഇവിടെ 5y ആണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ഈ 5y ഈ 5y കുറച്ചാൽ എന്ത് കിട്ടും? 0 കിട്ടും. അല്ലെങ്കിൽ ഈ 5y ഈ 5y കുറച്ചാൽ 0 കിട്ടും. പക്ഷേ ഇവിടുത്തെ സൈൻ നോക്കുക. ഇവിടുത്തെ സൈന് മൈനസ് ആണ് ശരിക്കും കേട്ടോ. മൈനസ്. അതായത് ഇവിടെ പ്ലസ് 5y പ്ലസ് 5y എന്നാണ്, ഇവിടെ -5y ആണ്. രണ്ടും ഒരേപോലെയാണ്, സംഖ്യകൾ ഒരേപോലെയാണ്. പക്ഷേ സൈന് രണ്ടും എന്താണ്? ഓപ്പോസിറ്റ് ആണ്. ഇങ്ങനെ വരുമ്പോൾ +5y -5y കൂടി കൂട്ടിയാൽ എന്താ കിട്ടുക? 0 കിട്ടുക. ആണോ? അതാണ്. അങ്ങനെ വരികയാണെങ്കിലാണ് ഞാൻ പറഞ്ഞത് 2 സമവാക്യങ്ങൾ കൂട്ടിയാൽ മതി. അപ്പോൾ ഒരു ചേരാണ്ട് ഒഴിവായിക്കോളും. പറഞ്ഞു മനസ്സിലാണ്ടോ? അപ്പൊ സമവാക്യങ്ങൾ തമ്മിൽ കൂട്ടിയാൽ 0 കിട്ടണമെങ്കിൽ എന്ത് വരണം? ഒരേപോലെ. ഇവിടെ നോക്കുക, +2y, +2y ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ -2y ആണ്. +2y രണ്ടും കൂടി കൂട്ടി കഴിഞ്ഞാൽ 0 ആണ് കിട്ടുക. അല്ലെങ്കിൽ x ഉള്ളതാണെങ്കിൽ -3x + 3x ഇങ്ങനെ വരണം. ഇത് രണ്ടും 3x ആണ്, പക്ഷെ 1 + 1 - ആണ്. അങ്ങനെ വരുമ്പോൾ അത് കൂട്ടിയാൽ എന്താ കിട്ടുക? 0 ആണ് കിട്ടുക. പറഞ്ഞാലോ? സമവാക്യങ്ങൾ തമ്മിൽ കൂട്ടണം അല്ലെങ്കിൽ കുറയ്ക്കണം. കൂട്ടുകയാണോ കുറയ്ക്കുകയാണോ വേണ്ടത് എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണം. എന്തിന്റെ അടിസ്ഥാനത്തിൽ? കൂട്ടുമ്പോഴോ കുറയ്ക്കുമ്പോഴോ എന്താണ്? ഒരു ചരം ഇല്ലാതാവണം. ആൻസർ ആയിട്ട് കിട്ടുന്ന സമവാക്യത്തിൽ, ആ താഴെ കിട്ടുന്ന സമവാക്യത്തിൽ എന്ത് ചെയ്യണം? ഒരു ചരം ഇല്ലാതാവണത് കൂട്ടുമ്പോഴാണെങ്കിൽ നിങ്ങൾ കൂട്ടുക, കുറയ്ക്കുമ്പോഴാണെങ്കിൽ എന്ത് ചെയ്യുക? കുറയ്ക്കുക. ഏതാ പഠിച്ച്? അപ്പോൾ ആദ്യം നമ്മൾ കൂട്ടി നോക്കുക. കൂട്ടി നോക്കുമ്പോൾ ഒരു ചരം ഇല്ലാതാവുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. കൂട്ടി നോക്കുമ്പോൾ ഒരു ചരം ആവണില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? കുറയ്ക്കാൻ നോക്കിയാൽ മതി. അങ്ങനെ ആ ഒരു ഓർഡറിൽ നമുക്ക് എടുക്കാം. ആദ്യം നമ്മൾ ആഡ് ചെയ്ത് നോക്കുക, കൂട്ടിയാൽ നോക്കണ്ടേ. ഓക്കെ ആണല്ലോ? നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ അല്ലേ? നല്ലപോലെ മനസ്സിലാക്കണം. ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക. നോക്കുക, ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ പറയാം, ശ്രദ്ധിക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം.
3 പേനകളും 4 നോട്ട്ബുക്കിനും കൂടി വില 63 രൂപയാണ്. പേന നോട്ട്ബുക്കിന് മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് സെയിം എക്സാമ്പിളിന് എടുത്ത് 63 രൂപ. അതേപോലെ 6 പേനകളും 3 നോട്ട്ബുക്കും കൂടി വാങ്ങുമ്പോൾ വില 66 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു പേനേൻ്റെ വില എത്രയാണ്, ഒരു നോട്ട് ബുക്കിൻ്റെ വില എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായല്ലോ? 3 പേനകളും 4 നോട്ട് ബുക്ക് കൂടി വാങ്ങുമ്പോൾ 63 രൂപയാവും. 6 പേനകളും 3 നോട്ട് ബുക്ക് കൂടി വാങ്ങുകയാണെങ്കിൽ 66 രൂപയാവും. അങ്ങനെയാണെങ്കിൽ ഒരു നോട്ട് ബുക്കിൻ്റെ വില എത്ര, ഒരു പേനയുടെ വില എത്ര ആണോ? അപ്പോൾ തൊട്ട് മുമ്പ് ചെയ്ത് അതേപോലെ നമുക്കിത് ചെയ്തുകൂടെ? ചെയ്യാം. നമ്മൾ എന്താണ് ചെയ്യാൻ പോണത്? പേനയുടെ വില നമുക്ക് എന്തായാലും എടുക്കുക. ഇവിടെ എഴുതണം പേനയുടെ വില, പ്രൈസ് ഓഫ് എ പെൻ, അങ്ങനെ എഴുതണം കേട്ടോ. ഞാൻ സ്പീഡിൽ മനസ്സിലാൻ വേണ്ടി എഴുതണം. പേനയുടെ വില എക്സ് ആയിട്ട് എടുക്കുക. അതേപോലെ നോട്ട്ബുക്കിന്റെ വില എന്തായിട്ട് നമ്മൾ എടുക്കുക? അത് വൈ ആയിട്ടും എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. എ ബി എന്ന് വേണമെങ്കിൽ എടുക്കാം, പി ക്യൂ എന്ന് വേണമെങ്കിൽ എടുക്കാം, എന്ത് വേണമെങ്കിലും എടുക്കാം. നമ്മൾ സാധാരണ എക്സും വൈ ആയതുകൊണ്ട് അത് അങ്ങനെ എടുക്കണമെന്നുള്ളൂ. ഇനി നോക്കിക്കോളൂ, 3 പേനകൾ എന്താ വരിക? 3x, ശരിയല്ലേ? 4 നോട്ട് ബുക്കുകൾ എന്താ വരിക? ഇപ്പം 4y. ഒരു പേനന്റെ വില എക്സ് ആണെങ്കിൽ 3 പേനന്റെ വില 3x ആണ്. 3x കേട്ടോ, 3x. ഒരു നോട്ട് ബുക്കിന്റെ വില y ആണെങ്കിൽ 4 നോട്ട് ബുക്കിന്റെ വില 4y ആണ്. അത് രണ്ടും കൂടി ചേരുമ്പോൾ എത്ര ആവുന്നതാണ്? 63 രൂപയാവുമെങ്കിൽ ദിസ് ഈസ് ഈക്വൽ ടു 63. ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ 1 എന്ന് പേര് കൊടുക്കാം. പേര് കൊടുത്തു. ഇനി ഇതിനെ രണ്ടിനെയും കൂടി ബന്ധിപ്പിക്കണ ഒരു സമവാക്യം ഇപ്പം കിട്ടി. ഇനി ഇതിനെ രണ്ടിനെയും കൂടി ബന്ധിപ്പിക്കണ, റിലേറ്റ് ചെയ്യണ ഒരു സമവാക്യം കൂടി ഉണ്ടാക്കാനുള്ള ഇൻഫർമേഷൻ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. അതാണ് ഈ രണ്ടാമത്തത്. എന്താണത്? 6 പേനകൾ, അപ്പോൾ 6x, ശരിയാണോ? ശരിയാണ്. 3 നോട്ട് ബുക്കുകൾ, അവിടെ അപ്പം 3y കേട്ടോ, 3y. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ ഇതിന് രണ്ടിനും കൂടി എത്ര വില വരുന്നത്? 66 രൂപയാണ്. ഇത് നമ്മൾ എന്ത് കൊടുത്തു? ഇക്വേഷൻ 2 എന്ന് കൊടുത്തു. അങ്ങനെ കൊടുത്തു കണ്ടോ? പതായി. അപ്പോൾ 2 സമവാക്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഒരു ചരത്തിന് ഒരു വേരിയബിളിൽ നമ്മൾ എന്ത് ചെയ്യണം? എങ്ങനെയെങ്കിലും എലിമിനേറ്റ് ചെയ്യാൻ നോക്കണം. എലിമിനേഷൻ പ്രോസസ്സ് നമ്മൾ ചെയ്യാൻ പോകണം. അതെങ്ങനെ എലിമിനേറ്റ് ചെയ്യുക? എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ കിട്ടിയ 2 ഇക്വേഷൻസ് ഒന്നുകിൽ ആഡ് ചെയ്യണം. ഇവിടെ ആഡ് ചെയ്ത് നോക്കൂ. കൂട്ടി വെക്കുക. ഇവിടെ നോക്കുക, 6x-ഉം 3x കൂടി കൂട്ടിയാൽ 9x വരും കേട്ടോ. മനസ്സിലാക്കിയാൽ മതി. 3y 4y കൂട്ടി കഴിഞ്ഞാൽ 7y വരും കേട്ടോ. അപ്പോൾ കൂട്ടിക്കഴിഞ്ഞാൽ എക്സും ഇല്ലാതാവണില്ല, വൈയും ഇല്ലാതാവണില്ല. ഇല്ലല്ലോ? ഇല്ല. അപ്പോൾ ആഡ് ചെയ്തിട്ട് കാര്യമില്ല. ഇനി മൈനസ് ചെയ്ത് നോക്കുക. മൈനസ് ചെയ്താൽ നോക്കുക, ഇവിടെ 6x-ഉം ഇവിടെ 3x ആണ്. 6x-ന്ന് 3x കുറച്ചാൽ 0 കിട്ടുമോ? ഇല്ല. 3y-ന്ന് 4y കുറച്ചാൽ, അല്ലെങ്കിൽ 4y-ന്ന് 3y കുറച്ചാൽ 0 കിട്ടുമോ? അവിടെയും 0 കിട്ടണില്ല. അപ്പോൾ കൂട്ടിയാലും എന്ത് കിട്ടണില്ല? ആ ഒരു വേരിയബിൾ ഇല്ലാതാവണില്ല. കുറച്ചാലും ഒരു വേരിയബിൾ ഇല്ലാതാവണില്ല. കണ്ടോ? ഇങ്ങനെ വരുമ്പോൾ അപ്പം നമ്മൾ എന്താവും ചെയ്യുക? നേരത്തെ കേസിൽ അങ്ങനെ ആയിരുന്നു അല്ലേ? നേരത്തെ കേസിൽ അത് ആവാനുള്ള കാരണം എന്താ? നേരത്തെ കേസിൽ ഇവിടെ ഒരു 2x 2x രണ്ടും ഒരേപോലെ അങ്ങനെ വന്നിരുന്നു. ഒരേപോലെ ഇവിടുത്തെ സംഖ്യ 2, ഇവിടുത്തെ സംഖ്യ 2. ഇങ്ങനെ രണ്ടിൻ്റെയും ഗുണകങ്ങൾ, രണ്ടിൻ്റെയും കോയിഫിഷ്യൻസ് ഒരേപോലെ വന്നു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ചരത്തിൻ്റെ കോയിഫിഷ്യൻസ് 2 സമവാക്യത്തിലും, ഗുണകങ്ങൾ 2 സമവാക്യത്തിലും ഒരേപോലെ വന്നാലാണ് നമുക്ക് എന്ത് കിട്ടുക? കുറച്ചാൽ 0 കിട്ടുക. അങ്ങനെ വന്നെങ്കിൽ മാത്രമേ കുറച്ചാലായാലും കൂട്ടിയാലായാലും എന്ത് കിട്ടുള്ളൂ? 0 കിട്ടുള്ളൂ. ശരിയല്ലേ? ഇവിടെ അങ്ങനെ ഇല്ലല്ലോ. ഇവിടെ നോക്കൂ, ഇവിടെ 6x ആണ്. ഈ 6-ന് പകരം ഇവിടെ ഈ 6 ഉള്ളതുകൊണ്ട് ഈ 3-ന് പകരം ഇവിടെ 6 ആയിരുന്നെങ്കിൽ എന്താവും? 6x - 6x 0 കിട്ടുന്നു. പക്ഷെ ഇവിടെ 6 അല്ലല്ലോ, അവിടെ 3 ആളുള്ളത്. ഇവിടെ നോക്കും, ഇവിടെ 4y ആണ്, ഇവിടെ 3y ആണ്. ഈ 4 ഇവിടെയുള്ള 4 പോലെ ഇവിടെ 4 ആയിരുന്നെങ്കിലോ? ഇവിടെ 4 ആയി കഴിഞ്ഞാൽ 4y-ന്ന് 4y കുറച്ചാൽ തൊട്ട് 0 കിട്ടും. അല്ലെങ്കിൽ ഇവിടെ 3 ഉണ്ട്, അതുകൊണ്ട് ഇവിടെ 3 ആയിരുന്നെങ്കിലോ? 3y-ന്ന് 3y കുറച്ചാൽ 0 കിട്ടും. ആണോ? അങ്ങനെ കിട്ടും. പക്ഷെ ഇവിടെ അങ്ങനെ ഒരേപോലെ വന്നിട്ടില്ല. അപ്പോൾ ഒരേപോലെ ഈ എക്സിൻ്റെ അല്ലെങ്കിൽ വൈൻ്റെ ഗുണകങ്ങൾ ഒരേപോലെ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനാദ്യം ഒരേപോലെ വരുത്തിയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കൂട്ടാനും കുറയ്ക്കാനും പാടുള്ളൂ. അതാണ് അടുത്തൊരു ടെക്നിക്ക്. മനസ്സിലാക്കുക. എക്സിൻ്റെയും വൈൻ്റെയും ഗുണകങ്ങൾ ഒരുപോലെ ഒരേ സംഖ്യ വരണം. ഇവിടെ 6 ആണെങ്കിൽ ഇവിടെ 6 വരണം, അല്ലെങ്കിൽ ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ എന്ത് വരണം? 3 വരണം. അങ്ങനെ രണ്ടിൻ്റെയും ഒരേപോലെ വരണം. ഇവിടെയല്ല, വൈൻ്റെത് രണ്ടും ഒരുപോലെ, അല്ലെങ്കിൽ എക്സിൻ്റെ രണ്ടിലും ഒരുപോലെ, അങ്ങനെ വരണം. അങ്ങനെ ഒരുപോലെ അല്ലെങ്കിൽ കൂട്ടിയിട്ടും കുറച്ചിട്ടും കാര്യമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഒരുപോലെ ആക്കണം. ഒരുപോലെ ആക്കാൻ ഇപ്പം എന്താ നമുക്ക് തോന്നിയ മാതിരി ഇവിടെ മാറ്റാൻ പറ്റുമോ? പറ്റില്ല. ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ 6. ഇപ്പോൾ എക്സിൻ്റെ ഒരുപോലെ ആക്കാൻ നമ്മൾ ശ്രമിച്ചു നോക്കാം. ഇവിടെ 6 ആണ്, എക്സിൻ്റെ ഗുണകം 6 ആണ്. ഇവിടെ എക്സിൻ്റെ ഗുണകം എന്താണ്? 3 ആണ്. 3 ഈ 3 എന്ന് പറഞ്ഞ സംഖ്യയാണ്, ശരിക്കും 3 എന്ന് പറഞ്ഞ സംഖ്യനെ ഒരു 2 കൊണ്ട് ഗുണിച്ചാൽ 2 × 3 എന്തായിട്ട് വരും? 6 ആയിട്ട് വരും. ശരിയല്ലേ? നമ്മൾ ആലോചിച്ച് നോക്കാം. ഇവിടെ 3 ആണുള്ളത്, നമുക്ക് ഗുണനം മാത്രം പറ്റുള്ളൂ കേട്ടോ.
ഇവിടെ ഈ 3 എന്ന് പറഞ്ഞ സംഖ്യേനെ എന്ത് ചെയ്യുക, 2 കൊണ്ട് ഗുണിച്ചാൽ എന്തായി 2 × 3 6 മാറും. ശരിയല്ലേ? പക്ഷെ ഇവിടെ മാത്രം 2 കൊണ്ട് ഗുണിക്കാൻ പറ്റൂലോ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നോ, ഈ ഒന്നാമത്തെ സമവാക്യത്തിന് മുഴുവനായിട്ടും എന്ന് പറഞ്ഞാൽ ഇതിലുള്ള എല്ലാ പദങ്ങളെയും ഒരേ സംഖ്യ കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ആ സമവാക്യത്തിന്റെ ബാലൻസിന് മാറ്റം വരില്ല. ആണോ? അതാണ് ഒരു ടെക്നിക്ക്. ഇവിടെ നോക്കുക, അത് എങ്ങനെ ചെയ്യാൻ നോക്കുക. ഇപ്പൊ ശ്രദ്ധിക്കുക, ഒന്നാമത്തെ സമവാക്യം 1 കേട്ടോ, ശരിക്കും ശ്രദ്ധിക്കുക. സമവാക്യം 1, ഇതാണ് സമവാക്യം 1. ഒന്നാമത്തെ സമവാക്യം ഞാൻ എന്ത് ചെയ്യാൻ പോണേ, ഞാൻ ഇവിടെ 2 കൊണ്ട് ഗുണിച്ചാൽ 6 ആവും എന്ന് മനസ്സിലായി നമുക്ക്. ഇവിടുത്തെ ഈ 3നെ 2 കൊണ്ട് ഗുണിച്ചാൽ 6 ആവുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യണേ, സമവാക്യം 1നെ 2 കൊണ്ട് ഇത് സമവാക്യം 1 എന്നാണ്. സമവാക്യം 1നെ എന്താണ് 2 കൊണ്ട് ഗുണിക്കണം എന്നാണ്. എന്താ കിട്ടുക എന്ന് നമ്മൾ നോക്കണം. എന്താ കിട്ടുക? അപ്പൊ സമവാക്യം 1 2 ഗുണിക്കുമ്പോൾ 2 ഇൻറ്റു ഇതിൽ കാണുന്ന ഓരോ പദങ്ങളെയും, ഇതൊരു പദം, ഇതൊരു ടേം, ഇതൊരു ടേം, ഇതൊരു ടേം, 3 പദങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ 2 കൊണ്ട് ഗുണിക്കണം. അങ്ങനെ ആകുമ്പോഴേ ഗുണിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ 2 ഇൻറ്റു എന്താ 3x ഗുണിച്ചു പ്ലസ് ഈ 4y ഗുണിക്കണം. അപ്പൊ 2 ഇൻറ്റു 4y അതിനെയും ഗുണിച്ചു വേണം, ഗുണിച്ചു സമടുക. സമത്തിന്റെ അപ്പുറത്തുള്ള ഗുണിക്കാൻ മറക്കാൻ പാടില്ല. 2 ഇൻറ്റു 63 ഇങ്ങനെ ഗുണിക്കാം കേട്ടോ. ഇതിങ്ങനെ എഴുതണം എന്നില്ല, നമ്മൾ ഗുണിച്ചിട്ട് എഴുതിയാൽ മതി. ഞാൻ മനസ്സിലാൻ വേണ്ടി എഴുതിയാൽ. അപ്പോൾ ഇതിന് 2 കൊണ്ട് ഗുണിച്ചത് എന്തായി മാറി, ഇതിപ്പോൾ 6x ആയില്ലേ. 2 ഇൻറ്റു 3 6x ആയി കേട്ടോ. 2 ഇൻറ്റു 4 8 അല്ലേ. അപ്പൊ പ്ലസ് എന്തായി 8y ആയി ആണോ, 8y ആയി സമം 2 ഇൻറ്റു 63 ആണ് 126 എന്നിട്ട് വേണം അങ്ങനെ. അപ്പൊ എന്താ നമ്മൾ ചെയ്ത്, ഈ ഒന്നാമത്തെ സമവാക്യം എന്തുകൊണ്ട് ഗുണിച്ചു, ഒരു 2 കൊണ്ട്. ഒരു സമവാക്യത്തിന് ഒരു സംഖ്യ കൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഗുണിക്കാം. അത് മനസ്സിലാക്കാം. ഒരു സമവാക്യത്തിന് ഒരു സംഖ്യ കൊണ്ട് വേണമെങ്കിൽ ഗുണിക്കാം. അങ്ങനെ ഗുണിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, സമവാക്യത്തിന് ഗുണിക്കുക എന്താ അർത്ഥം, സമവാക്യത്തിലെ ഓരോ പദങ്ങളെയും നമ്മൾ എന്ത് ചെയ്യണം, ഗുണിക്കണം. ഈ പദത്തിന് ഗുണിക്കണം, ഈ പദത്തിനും ഗുണിക്കണം, ഈ എല്ലാത്തിനും സമത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള എല്ലാ പദങ്ങളും എന്ത് ചെയ്യണം, ഗുണിക്കണം. അങ്ങനെ ഗുണിക്കുകയാണെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു പദത്തിന് ഗുണിച്ചിട്ട് ചെയ്താൽ അതിന്റെ ബാലൻസ് മാറും. പറഞ്ഞാൽ അപ്പൊ എല്ലാ പദങ്ങളെയും ഗുണിച്ചു ആണോ. എല്ലാ പദങ്ങളെയും ഗുണിച്ചപ്പോൾ എന്തായി 6x + 8y = 126 കിട്ടില്ലേ. അപ്പൊ ഈ രണ്ടാമത്തെ സമവാക്യം പോയി. രണ്ടാമത്തെ സമവാക്യത്തിൽ നമ്മൾ മാറ്റം വരുത്തി. ഒന്നാമത്തെ സമവാക്യത്തിൽ നമ്മൾ മാറ്റം വരുത്തി. അപ്പൊ കിട്ടിയ സമവാക്യം ഈ സമവാക്യത്തിൽ ഞാൻ വേറെ പേര് ഇതിന് ഞാൻ 3 എന്ന് പേര് കൊടുക്കണം. ഇനി 1 വേണ്ട നമുക്ക്. 1നെ നമ്മൾ മാറ്റി ഒന്നാമത്തെ സമവാക്യത്തിന് മാറ്റം വരുത്താൻ എന്താ ചെയ്ത്, ആ സമവാക്യത്തിന് 2 കൊണ്ട് ഗുണിച്ചു, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്തായി മാറി നമുക്ക് പുതിയൊരു സമവാക്യം കിട്ടി. അപ്പൊ ഞാൻ ആ സമവാക്യം മതി നമുക്ക്. 1 വേണ്ട, ഈ 2 3 നമ്മൾ നോക്കിയാൽ മതി. ഈ 2 3 നോക്കി, 2 3 നോക്കി, ഇവിടെ ഒരു 6x ഉണ്ട്, ഇവിടെ ഒരു 6x ആണ്. ഇത് 6x, ഇത് 6x, ഇവിടെ ഉള്ള 6x അതേപോലെ ഇവിടെ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിന് 2 കൊണ്ട് ഗുണിച്ചത്. ശരിയല്ലേ? അപ്പോൾ ഈ രണ്ടാമത്തെ സമവാക്യം മൂന്നാമത്തെ സമവാക്യം നോക്കിക്കഴിഞ്ഞാൽ ഈ 6x ഈ 6x കുറച്ചാൽ 0 കിട്ടൂലേ? 0 കിട്ടും. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രവർത്തനം നമുക്ക് ചെയ്യാം. എന്താ ചെയ്യേണ്ടത്? മൂന്നാമത്തെ സമവാക്യത്തിൽ നിന്ന് രണ്ടാമത്തെ സമവാക്യം മൈനസ് ചെയ്യാം. ആണോ? ഇവിടെ എഴുതാം നമുക്ക്. സമവാക്യം 3 മൈനസ് സമവാക്യം 2. സമവാക്യം 3 മൈനസ് സമവാക്യം 2 ഇംപ്ലൈസ് എന്താ കിട്ടുന്നത് ഇവിടെ കാണിക്കാം. അപ്പോൾ മൂന്നാമത്തെ സമവാക്യം നമ്മൾ ആദ്യം എഴുതാം. 6x + 8y = 126. ഇതാണ് മൂന്നാമത്തെ സമവാക്യം. മൈനസ്, തെറ്റിക്കരുത്. ഈ രണ്ടാമത്തെ സമവാക്യം താഴത്തെ എഴുതാം. 6x + 3y = എന്താ കിട്ടും നമുക്ക്? 66. ഇതാണ് അടിയിൽ വരയ്ക്കുക. ഇനി നമുക്ക് മൈനസ് ചെയ്ത് നോക്കുക. ഇവിടുന്ന് എങ്ങനെ മനസ്സിലായി? 6x കുറച്ചാൽ 0 കേട്ടോ. അത് 0 കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഈ പണി ചെയ്തത്. എന്തായത്? ഇവിടെ 6x ആണ്, ഇവിടെ എന്താക്കി 2 കൊണ്ട് ഗുണിച്ച് 6x ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്ത് ഈ പണി ചെയ്യണേ. അപ്പോൾ അവിടെ 0 ആണല്ലേ. ഇനി 8y 3y കുറച്ച് നോക്കൂ. 8y 3y കുറച്ചാൽ 5y ആണ് കിട്ടുക കേട്ടോ. 5y ആണ് കിട്ടുക. 5y = ഇനി എന്താണ്? 126 66 കുറക്കണം. കുറച്ച് നോക്കാം നമുക്ക്. 6 6 കുറച്ചാൽ 0, 12 6 കുറച്ചാൽ 6 കേട്ടോ. അപ്പം എന്ത് കിട്ടി നമുക്ക്? 5y = 60 എന്ന് കിട്ടി കേട്ടോ. 5y = 60 എന്ന് പറഞ്ഞാൽ y = എന്താ കിട്ടുക? 60/5 എത്ര കിട്ടും? 12 എന്ന് കിട്ടും. 12/5 പറഞ്ഞാൽ 5/12 എന്ന് പറഞ്ഞാൽ 60/5 എന്ന് പറഞ്ഞാൽ 12 ആണ് കിട്ടുക. എന്താണ് നമുക്ക് കിട്ടിയത്? y = 12 കിട്ടി. എന്താണ് y ആയിട്ട് നമ്മൾ എടുത്തത്? നോട്ട് ബുക്കിന്റെ വിലയാണ് നമ്മൾ y ആയിട്ട്. അപ്പോൾ അത് എത്രയാണ്? 12 രൂപയാണ് നോട്ട് ബുക്കിന്റെ വില. അല്ലെങ്കിൽ ഒരു ചരത്തിന്റെ വില കിട്ടിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ ചരത്തിന്റെ വില എങ്ങനെ കണ്ടുപിടിക്കുക? രണ്ടാമത്തെ ചരത്തിന്റെ വില കണ്ടുപിടിക്കാൻ നമ്മൾ 3 സമവാക്യങ്ങൾ ഇതാ. 3 സമവാക്യങ്ങളിൽ ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു സമവാക്യം എടുക്കുക. അപ്പോൾ ഞാൻ വലിയ സംഖ്യ ഒന്നും ഇല്ലാതെ ഈ ചെറിയ സമവാക്യം എടുക്കുക. ഒന്നാമത്തെ അല്ലേ? ഞാൻ ഈ ഒന്നാമത്തെ സമവാക്യം എടുത്തു. ഇക്വേഷൻ 1 ഇംപ്ലൈസ് എന്താ? നമ്മൾ ഇക്വേഷൻ 1 നോക്കൂ. 3x +
4y ഇസ് ഈക്വൽ ടു 63 എന്നാണ്. 3x പ്ലസ് 4y സമം 63 എന്നാണ്. അതിൽ വൈൻ്റെ വില നമുക്ക് 12 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഈ y കാണുന്നിടത്ത് 12 എന്ന് കൊടുക്കുക. 12 എന്ന് കൊടുത്ത് ക്രിയ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? എക്സിന്റെ വില കണ്ടുപിടിക്കണം. നോക്കിക്കോട്ടോ, 3x പ്ലസ് 4 ഇൻറ്റു 12 സമത്തെട്ടും 63. ശരിയല്ലേ? ശരിയാണ്. ഇനി 4 ഇൻറ്റു 12 ഗുണിച്ചാൽ നമുക്ക് 48 എന്നാണ് കിട്ടുക. അപ്പം 3x പ്ലസ് 48 സമം 63 എന്ന് കിട്ടും. ശരിയാണോ? 3x 48 കൂടി കൂട്ടുമ്പോൾ 63 കിട്ടും. അപ്പം 3x എത്ര ഉണ്ടെന്ന് കാണാൻ ചെയ്താൽ മതി. ഈ 63 48 മൈനസ് ചെയ്താൽ മതി. അപ്പം നമുക്ക് താഴെ എഴുതാം 3x സമം 63 മൈനസ് 48. കേട്ടോ, 63 48 നമ്മൾ കുറച്ച് നോക്കാം. 13 8 കുറച്ച് കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും? 5. ഇവിടെ 5 5 1 കുറച്ചാൽ അപ്പം എന്താ കിട്ടിയ നമുക്ക്? 15 കിട്ടി. എന്തായി 15? 3x സമം 15 ആണ്. 3x സമം 15 ആണെങ്കിൽ x സമം എത്ര കിട്ടും? 15/3 സമം എത്ര കിട്ടും? 5 എന്ന് കിട്ടും. എന്താണ് x ആയിട്ട് നമ്മൾ എടുത്തത്? x ആയിട്ട് നമ്മൾ എടുത്തത് ഒരു പേനയുടെ വിലയാണ്. അതുകൊണ്ട് ഒരു പേനയുടെ വില സമം 5 രൂപ എന്നാണ് ഇതിൻ്റെ അർത്ഥം. അടില്ലേ? ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ടെക്നിക്കുകൾ മനസ്സിലാക്കി വെക്കുക. നിങ്ങൾ വിക്ടേഴ്സിൻ്റെ ക്ലാസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാനത് ക്ലിയറാക്കി പറഞ്ഞു തന്നാണ്. ഇപ്പോൾ 2 സമവാക്യങ്ങൾ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലായല്ലോ. ഒരു കാര്യത്തിന് x കൊണ്ടും വേറൊരു കാര്യത്തിന് y കൊണ്ടും സൂചിപ്പിച്ച് ക്വസ്റ്റ്യൻ വായിച്ചാൽ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 സമവാക്യങ്ങൾ ഉണ്ടാക്കാം. ആ 2 സമവാക്യങ്ങൾ നമ്മൾ എന്താ ചെയ്യുക? ഒന്നുകിൽ കൂട്ടി നോക്കുക, അല്ലെങ്കിൽ കുറച്ച് നോക്കുക. കൂട്ടിയാലോ കുറച്ചാലോ എന്ത് സംഭവിക്കണം? ഒരു ചരം ഇല്ലാതാവണം, ഒരു ചരം ഒഴിവാക്കപ്പെടണം. ഒരു ചരം ഇല്ലാതാവണമെങ്കിൽ എന്ത് വേണം? ഏതെങ്കിലും ഒരു ചരത്തിൻ്റെ ഗുണകം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒപ്പമുള്ള സംഖ്യ. ഈ എക്സിൻ്റെ ഗുണകമാണ് 6, ഇവിടെ എക്സിൻ്റെ ഗുണകമാണ് 3. ഏതെങ്കിലും ഒരു ചരം ഒന്നുകിൽ എക്സിൻ്റെ ഗുണകങ്ങൾ തുല്യമാണ്, അല്ലെങ്കിൽ വൈൻ്റെ ഗുണകങ്ങൾ എന്ത് ചെയ്യണം? തുല്യമാവണം. അത് തുല്യമാണെങ്കിൽ നമുക്ക് കൂട്ടുക കുറയ്ക്കുക എന്താ വെച്ചാൽ ചെയ്യാം. അത് തുല്യമല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? തുല്യമല്ലെങ്കിൽ നമ്മൾ ഇവിടെ ചെയ്ത മാതിരി തുല്യമാക്കാൻ എന്തെങ്കിലും ഒരു ടെക്നിക്ക് എടുക്കണം. കേട്ടോ, ഇപ്പോൾ ഇവിടെ നേരത്തെ 6 ആയിരുന്നു, ഇവിടെ 3 ആയിരുന്നു. നമുക്ക് ഈ 6നെ 3 ആക്കാൻ പറ്റില്ല. പക്ഷെ 3 നമുക്ക് എന്ത് ചെയ്യുക? 2 കൊണ്ട് ഗുണിച്ചിട്ട് നമുക്ക് 6 ആക്കാം. അങ്ങനെ 6 ആക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 2 കൊണ്ട് ഗുണിച്ചു, അപ്പോൾ ഇവിടെയും 2 കൊണ്ട് ഗുണിക്കണം, ഇവിടെയും 2 കൊണ്ട് ഗുണിക്കണം. ആ ഈ സമവാക്യത്തിന് മുഴുവനായിട്ട് എന്ത് ചെയ്യുക? ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ചു, 2 കൊണ്ട് ഗുണിച്ച് നമ്മൾ എന്ത് ചെയ്തു? മൂന്നാമതൊരു സമവാക്യം ഉണ്ടാക്കി. സമവാക്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ സമവാക്യം നമുക്ക് മാറ്റി വെക്കാം. ആ കിട്ടിയ സമവാക്യം എടുക്കുക. ആ സമവാക്യം പിന്നെ മറ്റേ സമവാക്യം കൂടി നോക്കിയിട്ട് എന്ത് ചെയ്യുക? കുറച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഒരു ചരത്തിൻ്റെ വില കണ്ടുപിടിക്കാം. ആ ചരത്തിൻ്റെ വില ഒരു സമവാക്യത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? രണ്ടാമത്തെ ചരത്തിൻ്റെ വിലയും കിട്ടും. പറഞ്ഞ് മനസ്സിലാവുണ്ടോ? ഇത് നിങ്ങൾ ചെയ്ത് പഠിക്കണം. കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ തരുന്നുണ്ട്, അതൊക്കെ നിങ്ങൾ ചെയ്ത് എന്ത് ചെയ്യണം? പഠിക്കണം. അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ. ഇനി ഞാൻ വേറൊരു എക്സാമ്പിൾ കൂടി പറയാം, ശ്രദ്ധിക്കുക. ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ശരിക്കും ശ്രദ്ധിക്കുക. നോക്കാം, ഇവിടെ നോക്കാം. ഒരു ചെറിയ ബക്കറ്റ്, ഇത് ബക്കറ്റായിരുന്നു. ഒരു ചെറിയ ബക്കറ്റും ഉണ്ട്, ഒരു വലിയ ബക്കറ്റ്. 2 ബക്കറ്റ്. ഇത് ബക്കറ്റാണ്. ഒരു ചെറിയ ബക്കറ്റും ഒരു വലിയ ബക്കറ്റും. പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഈ ചെറിയ ബക്കറ്റിൽ 5 എണ്ണം, 5 ചെറിയ ബക്കറ്റും പിന്നെ 2 വലിയ ബക്കറ്റും കൂടി ചേർന്ന് കഴിഞ്ഞാൽ 20 ലിറ്റർ വെള്ളമാവും. നമ്മൾ വെള്ളം അളക്കുകയാണ്. വെള്ളം ഇങ്ങനെ ഒരു ബക്കറ്റ് കൊണ്ട് അളക്കുകയാണ്. അപ്പോൾ 5 ചെറിയ ബക്കറ്റിൽ 5 പ്രാവശ്യം എടുക്കുക, ചെറിയ ബക്കറ്റിൽ 5 പ്രാവശ്യം എടുക്കുക, വലിയ ബക്കറ്റിൽ 2 പ്രാവശ്യം എടുക്കുക. ആ 2 വെള്ളം കൂടി ഒരു ഇത് ഒഴിച്ച് കഴിഞ്ഞാൽ എത്ര ലിറ്റർ വെള്ളം ഉണ്ടാവും? 20 ലിറ്റർ വെള്ളം ഉണ്ടാവും. ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ ആണല്ലോ. അതേപോലെ ചെറിയ ബക്കറ്റിൽ 2 ബക്കറ്റ് എടുക്കുക, ബക്കറ്റ് വെള്ളം എടുക്കുക. അതുപോലെ വലിയ ബക്കറ്റിൽ 3 ബക്കറ്റ് വെള്ളം എടുക്കുക. അത് 2 കൂടി ചേർന്ന് കഴിഞ്ഞാൽ 19 ലിറ്റർ വെള്ളം ഉണ്ടാവുക. 19 ലിറ്റർ വെള്ളമാണ് ഉണ്ടാവുക. പറഞ്ഞു മനസ്സിലായാലോ? അങ്ങനെയാണെങ്കിൽ ചെറിയ ബക്കറ്റിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും, വലിയ ബക്കറ്റിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും? ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യൻ്റെ മീനിങ് മനസ്സിലായോ? എന്താ ഞാൻ പറഞ്ഞത്? 5 ചെറിയ ബക്കറ്റും 2 വലിയ ബക്കറ്റും ഇതിൽ വെള്ളം എടുക്കുക കേട്ടോ. അത് 2 ചേർന്ന് എത്ര ലിറ്റർ വെള്ളമാവും? 20 ലിറ്റർ വെള്ളമാവും. 2 ചെറിയ ബക്കറ്റിലും 3 വലിയ ബക്കറ്റിലും വെള്ളം എടുത്ത് ചേർത്ത് കഴിഞ്ഞാൽ എത്ര ലിറ്റർ വെള്ളമാവും? 19 ലിറ്റർ വെള്ളമാവും. അങ്ങനെയാണെങ്കിൽ ചെറിയ ബക്കറ്റിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും, വലിയ ബക്കറ്റിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും? ഇതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണല്ലോ. ഇത് ക്വസ്റ്റ്യൻ കണ്ടു പേടിക്കൊന്നും വേണ്ട, സിമ്പിളാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെറിയ ബക്കറ്റിൻ്റെ കപ്പാസിറ്റി നമുക്ക് എന്ത് ചെയ്യുക? X ആയിട്ട് എടുക്കാം. ഇവിടെ നോക്കാം. ചെറിയ ബക്കറ്റിൻ്റെ കപ്പാസിറ്റി ഓഫ് സ്മോൾ ബക്കറ്റ്, ചെറിയ ബക്കറ്റിൽ കൊള്ളുന്ന വെള്ളം കേട്ടോ, അത് നമുക്ക് എന്ത് ചെയ്യുക? X ആയിട്ട് എടുക്കുക.
വലിയ ബക്കറ്റിൽ കൊള്ളണ വെള്ളം അത് നമുക്ക് എന്തായിട്ട് എടുക്കാൻ പറ്റും? Y ആയിട്ട് കൊടുക്കുക. ഇത് ചെറിയ ബക്കറ്റിൽ കൊള്ളണം. എത്ര ലിറ്റർ, ചെറിയ ബക്കറ്റിൽ എത്ര ലിറ്റർ കൊള്ളതാണ് കണ്ടുപിടിക്കേണ്ടത് വലുതിലും. അപ്പോൾ ചെറുതിൽ കൊള്ളണ വെള്ളത്തിന്റെ അളവ് X, വലുതിൽ കൊള്ളണ വെള്ളത്തിന്റെ അളവ് Y. അങ്ങനെ എടുക്കുക. അങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി രണ്ട് സമവാക്യങ്ങൾ ഉണ്ടായിക്കൂടെ. എങ്ങനെ സമവാക്യം ഉണ്ടാക്കാൻ പറയും? അപ്പോൾ നമ്മൾ 5 ബക്കറ്റ് ഇതെടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ എത്ര ലിറ്റർ വെള്ളമാവും? 5x. ശരിയാണോ? ചെറുതിന്റെ കപ്പാസിറ്റി X ലിറ്ററാണ്. അങ്ങനത്തെ 5 പ്രാവശ്യം എടുക്കുക. അപ്പോൾ 5x. ശരിയല്ലേ? വലുതിന്റെ കപ്പാസിറ്റി Y ആണ്. വലുത് നമ്മൾ എത്ര? 2 വലുതാണ്. അപ്പോൾ 2y. ഇത് രണ്ടും കൂടി ചേർന്നത് എത്രയാവും നമ്മൾ പറഞ്ഞത്? രണ്ടും കൂടി ചേർന്നത് 20 ലിറ്റർ വെള്ളമാകും. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 20. ശരിയാണോ? 5 ചെറിയ ബക്കറ്റ് 2 വലിയ ബക്കറ്റ് ചേർന്ന് കഴിഞ്ഞാൽ 20 ലിറ്റർ ആവും. ഇനി പിന്നെ പറഞ്ഞ എന്താണെന്ന് നോക്കാം. 2 ചെറിയ ബക്കറ്റും 3 വലിയ ബക്കറ്റും കൂടി ചേർന്ന് കഴിഞ്ഞാൽ എത്രയാവും? 19 ലിറ്റർ ആവും. അതാണ് രണ്ട് സമവാക്യങ്ങൾ. ഇത് നമുക്ക് ഒന്നാമത്തെ സമവാക്യം എന്ന് പേര് കൊടുക്കാം. ഇത് നമുക്ക് എന്ത് കൊടുക്കാം? സമവാക്യം 2 എന്നും പേര് കൊടുക്കാം. ഉണ്ടോ? ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യണം. കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്താണ്? ഒരു ചരം എലിമിനേറ്റഡ് ആണ്, ഇല്ല, ഒഴിവാക്കപ്പെടണം. അല്ലേ? ഒരു ചരം ഒഴിവാണെങ്കിൽ നമ്മൾ എന്താ വേണ്ടത്? ഒന്നുകിൽ എക്സിന്റെ ഗുണകങ്ങൾ രണ്ടിലും തുല്യമാണ്. എക്സിന്റെ ഗുണകം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് 2 ആണ്, ഇവിടെ 5 ആണ്. ഇവിടെ 2ഉം 5 വേറെ വേറെ സംഖ്യകളാണ്. ഇവിടെ നോക്കൂ, ഇവിടെ 3 ആണ്, വൈൻ്റെതാണ്. ഇവിടെ 3 ആണ്, ഇവിടെ 2 ആണ്. രണ്ടും വേറെ വേറെ സംഖ്യകളാണ്. കണ്ടോ? അപ്പോൾ നമ്മൾ ഗുണകം തുല്യ അല്ലെങ്കിൽ തുല്യമാക്കാൻ നമുക്കൊരു ടെക്നിക്ക് ഇപ്പോൾ നമ്മൾ പഠിച്ചില്ലേ? എന്ത് ചെയ്താൽ മതി? ഈ സമവാക്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏതെങ്കിലും സംഖ്യ കൊണ്ട് ഗുണിക്കാം. ഒരു സമവാക്യം തന്നെ അതിൻ്റെ എല്ലാത്തിനെയും ഗുണിക്കാം. അപ്പോൾ അവിടെ നോക്കുക, ഈ 3 എന്ന് പറഞ്ഞ സാധനത്തിന് എന്തുണ്ടെങ്കിലും ഗുണിച്ചു കഴിഞ്ഞാൽ 2 ആവുമോ? ആവൂല. 2 നമ്മൾ ഏതെങ്കിലും സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 3 ആവുമോ? അതും ആവൂല. ഇനി ഇവിടെ നോക്കിയാൽ ഇവിടെ ആവുമോ നോക്കാം. ഇവിടെ തുല്യമാക്കാൻ പറ്റുമോ നോക്കാം. ഇവിടെ 5, ഇവിടെ 2 അല്ലേ? ഈ 5 ഇവിടെ നമുക്ക് 5 ആകണം. ഈ 2നെ നമുക്ക് ഏതെങ്കിലും സംഖ്യ കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 5 ആവുമോ? ആവൂല. എന്നാൽ 5നെ ഏതെങ്കിലും സംഖ്യ കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 2 ആവുമോ? അതും ആവൂല. അപ്പോൾ നമുക്ക് നേരത്തെ ഇവിടെ ഈ 3ഉം 6 ഉണ്ടായപ്പോൾ ഈ 3നെ വേറെ 2 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് 6 കിട്ടിയിരുന്നു. അത് ചിലപ്പോൾ അങ്ങനെ കിട്ടും. പക്ഷേ ഇവിടെ എന്താണ്? ഇവിടെ എങ്ങനെ ഗുണിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണില്ല? കിട്ടണില്ല. ഇങ്ങനെ ചിലപ്പോൾ വരും. ഇങ്ങനെ സന്ദർഭങ്ങൾ വരും. ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ ഇവിടെ നോക്കാം, നമ്മളിപ്പോൾ ഈ വൈൻ്റെ ഗുണങ്ങൾ രണ്ടിലും തുല്യമാക്കണം. ഏത് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. വൈൻ്റെത് വേണമെങ്കിൽ തുല്യമാക്കാം, അല്ലെങ്കിൽ എക്സിന് വേണമെങ്കിൽ തുല്യമാക്കാം. അപ്പോൾ വൈൻ്റെ ഗുണകങ്ങൾ തുല്യമാക്കണമെങ്കിൽ നമ്മുടെ ഐഡിയ ഞാൻ പറഞ്ഞുതരാം. രണ്ടാമത്തെ സമവാക്യത്തിലെ വൈൻ്റെ ഗുണകം 3 അല്ലേ? ഈ 3 കൊണ്ട് ഈ ഒന്നാമത്തെ സമവാക്യത്തിന് ഗുണിക്കാം. ഇവിടെ 3 കൊണ്ട് ഒന്നാമത്തെ സമവാക്യത്തിന് ഗുണിക്കാം. ഒന്നാമത്തെ സമവാക്യത്തിന് ഗുണിച്ച് വരുമ്പോൾ ഇവിടെ എന്ത് കിട്ടും? 3 × 2 ഇട്ടു, അവിടെ 6 ആയി വരും. ശരിയാണോ? അപ്പോൾ ഇവിടെ എടുത്ത് ഗുണനം കഴിഞ്ഞു. ഇനി ഒന്നാമത്തെ സമവാക്യത്തിലെ വൈൻ്റെ ഗുണകം 2 അല്ലേ? ഈ 2 കൊണ്ട് എന്ത് ചെയ്യുക? ഈ സമവാക്യത്തിന് ഗുണിക്കുക. ഇതിന് ഗുണിക്കുക. 2നെ ഗുണിക്കുക. 2നെ ഗുണിക്കുമ്പോൾ ഇവിടെ എന്തായിട്ട് ഇവിടെ 3 × 2 വരും. കേട്ടോ, ഈ 3 കൊണ്ട് ഇവിടെ ഗുണിക്കുമ്പോൾ 3 × 2 അവിടെ 6. ഈ 2 കൊണ്ട് ഇവിടെ ഗുണിക്കുമ്പോൾ എന്തായാലും ഇവിടെ 3 × 2 ഇവിടെ എന്ത് വരും? 6 വരും. അപ്പോൾ ഇത് 6y ആവും, ഇതും 6y ആവും. അപ്പോൾ നമുക്ക് കൂട്ടുക കുറയ്ക്കുക എന്താ വെച്ചാൽ ചെയ്താൽ മതി. അതാണ് ടെക്നിക്ക്. ഇവിടെ തുല്യമാക്കണമെങ്കിൽ ഈ 2 കൊണ്ട് ഇവിടെ ഗുണിക്കുക, ഈ 5 കൊണ്ട് എവിടെയും ഗുണിക്കുക, അങ്ങനെ ചെയ്താൽ മതി. പറഞ്ഞ മനസ്സിലാവണ്ടല്ലോ. അപ്പോൾ ഞാൻ വൈൻ്റെത് തുല്യമാക്കാൻ ശ്രമിക്കുകയാണ്. വൈൻ്റെത് തുല്യമാക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ 3 കൊണ്ട് എന്ത് ചെയ്യും? ഒന്നാമത്തെ സമവാക്യത്തിന് ഗുണിക്കണം. അപ്പോൾ ഞാൻ എടുക്കുക സമവാക്യം 1 × 3. സമവാക്യം 1നെ 3 കൊണ്ട് ഗുണിക്കുക. 1 ഇതാണ്. ഇതിന് 3 കൊണ്ട് ഗുണിക്കുക. എല്ലാത്തിനും 3 കൊണ്ട് ഗുണിക്കണം. ഇതിന് 3 കൊണ്ട് ഗുണിച്ചാൽ 3 × 5 15x. കണ്ടോ? 3 × 2y എത്ര വരും? 6y സമം 3 × 20 എത്ര വരും? 60. ഇതിന് ഞാൻ സമവാക്യം A എന്ന് പേര് കൊടുത്തു. നമുക്ക് ഇഷ്ടമുള്ള മാതിരി പേരൊക്കെ കൊടുത്തു. ഇതിന് ഞാൻ A എന്ന് പേര് കൊടുത്തു. കണ്ടോ? ഇനി രണ്ടാമത്തെ സമവാക്യത്തിന് ഗുണിക്കണം. രണ്ടാമത്തെ സമവാക്യത്തിന് എന്തുകൊണ്ടാണ് ഗുണിക്കേണ്ടത്? രണ്ടാമത്തെ സമവാക്യത്തിന് ഗുണിക്കേണ്ടത് ഒന്നാമത്തെ സമവാക്യത്തിലെ എക്സിന്റെ ഗുണകമായ 2 കൊണ്ട്. ഈ 3 കൊണ്ടാണ് ഇവിടെ ഗുണിച്ചത്. ഈ 2 കൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്? ഈ സമവാക്യത്തിന് ഗുണിക്കേണ്ടത്. ശരിയല്ലേ? അപ്പോൾ സമവാക്യത്തിന് നമ്മൾ എന്ത് ചെയ്യണം? 2 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. ഇത് സമവാക്യം എന്നാണ്. ഇത് സമവാക്യത്തിന് ഗുണിക്കേണ്ട സംഖ്യയാണ്. സമവാക്യം 2 × 2. 2 കൊണ്ട് ഗുണിച്ചാൽ ഇവിടെ നിന്നും 2 × 2x എന്ത് വരും? 4x. കണ്ടോ? ഇവിടെ 2 × 3 എന്ത് വരും? +6y. അടാ, ഇവിടെ തുല്യമായത് കണ്ടില്ലേ? സമം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ 2 കൊണ്ട് ഗുണിക്കാൻ മറക്കരുത്. ചിലർ ഇവിടെ ഗുണിച്ചാണ് ഇങ്ങോട്ട് വരില്ല. 2 × 19 എത്ര കിട്ടും? 38 എന്ന് കിട്ടും. ഇവിടെ 20ൻ്റെ ഓക്കെ അല്ലേ? 60 തന്നെ. അപ്പോൾ 11x = 22 ആവുമ്പോൾ x = 22/11 സമം കിട്ടും 2. അടാ, എന്താണ് നമ്മൾ എക്സ് ആയിട്ട് എടുത്തത്? എക്സ് ആയിട്ട് എടുത്തത് ചെറിയ ബക്കറ്റിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളുന്നില്ല. എത്ര ലിറ്റർ വെള്ളം കൊള്ളും? 2 ലിറ്റർ വെള്ളം കൊള്ളുന്ന.
ഓക്കെ ആണല്ലോ. അപ്പോൾ എക്സിൻ്റെ വില കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വൈൻ്റെ വില കണ്ടുപിടിക്കാൻ നമുക്ക് ഏത് സമവാക്യം വേണമെങ്കിൽ അപ്പോൾ വലിയ സംഖ്യകളിലൊന്നും എടുക്കണ്ട, ചെറിയ സംഖ്യകളിൽ ഏതെങ്കിലും എടുക്കാം. നമുക്ക് ഒന്നാമത്തെ സമവാക്യം എടുക്കാം. അപ്പോൾ ഒന്നാമത്തെ സമവാക്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒന്നാമത്തത് 5x + 2y = 20 എന്നാണ്. അതിൽ നമുക്ക് ഈ എക്സിൻ്റെ വില 2 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആ എക്സിൻ്റെ വില നമ്മൾ ഇവിടെ കൊടുക്കുക. അപ്പോൾ എന്താ കിട്ടുക? 5 × 2 + 2y = 20 എന്ന് കിട്ടും. ശരിയല്ലേ? 5 × 2 എത്രയാണ്? 5 × 2 10 അല്ലേ? 10 + 2y എന്ത് കിട്ടും? 20 എന്ന് കിട്ടും. ഇവിടെ എഴുതി നോക്കുക. 10ഉം 2y കൂടി കൂട്ടുമ്പോൾ 20 ആണ് കിട്ടുക. അപ്പോൾ 2y എത്ര ഉണ്ടാവും? 2y എത്ര ഉണ്ടാവും നോക്കണമെങ്കിൽ 20 നിന്ന് 10 കുറച്ചാൽ മതി. അപ്പോൾ 2y = 20 - 10. 20 നിന്ന് 10 കുറച്ചാൽ എത്രയാണ്? 10. എന്താണ് 10 എന്ന് പറഞ്ഞാൽ 2y ആണ് 10. 2y 10 ആണെങ്കിൽ ഒരു y എത്ര ഉണ്ടാവും? ഒരു y എന്ന് പറഞ്ഞാൽ 10ന്റെ പകുതി ഉണ്ടാവും. എത്ര ഉണ്ടാവും? 5 ഉണ്ടാവും. y = 5. എന്താണ് നമ്മൾ y ആയിട്ട് എടുത്തത്? y ആയിട്ട് എടുത്തത് വലിയ ബക്കറ്റിൽ കൊള്ളുന്ന വെള്ളത്തിന്റെ അളവാണ്. അപ്പോൾ വലിയ ബക്കറ്റിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും? 5 ലിറ്റർ വെള്ളം കൊള്ളും. ചെറിയ ബക്കറ്റിൽ 2 ലിറ്ററും വലിയ ബക്കറ്റിൽ 5. അതാണ് അവസാന ആൻസർ ആയിട്ട് എഴുതേണ്ടത് കേട്ടോ. ചെറിയ ബക്കറ്റിൽ കൊള്ളുന്ന വെള്ളത്തിന്റെ അളവ് കപ്പാസിറ്റി ഓഫ് സ്മോളർ ബക്കറ്റ്, കപ്പാസിറ്റി ഓഫ് ലാർജർ ബക്കറ്റ് നമ്മൾ എഴുതണം. 2 ലിറ്ററിനും 5 ലിറ്ററിനും എഴുതണം. ആണോ? ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണല്ലോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. ഇനി 1-2 ചെറിയ ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. അതിൻ്റെ ടെക്നിക്ക് ഞാൻ പറയാം, അത് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കാം. നമുക്ക് 2 സംഖ്യകൾ ഇവിടെ നോക്കാം. സിമ്പിളായിട്ട് നമ്മൾ സാധാരണ കണക്കുകളൊക്കെ പറയാറില്ലേ? ഞാൻ മനസ്സിൽ 2 സംഖ്യകൾ വിചാരിച്ചു. 2 സംഖ്യകൾ മനസ്സിൽ വിചാരിച്ചു. ആ 2 സംഖ്യകൾ ഏതാന്നുള്ളത് നിങ്ങൾ പറയണം. ഓക്കെ ആണല്ലോ. ആ 2 സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ 16 കിട്ടുക. 2 സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ 16 കിട്ടും. 2 സംഖ്യകളിൽ ഒരു സംഖ്യ വലുതും ഒരു സംഖ്യ ചെറുതുമാണ്. ആ വലുതെന്ന് ചെറുത് കുറച്ചാൽ ആ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം, ഡിഫറൻസ് എത്രയാണ്? 6 ആണ്. സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ 16 കിട്ടും, കുറച്ചാൽ അത്രയും കിട്ടും, 6 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഞാൻ വിചാരിച്ച സംഖ്യകൾ ഏതൊക്കെയാണെന്നുള്ളത് പറയണം. ഇതാണ് ക്വസ്റ്റ്യൻ. ദ സം ഓഫ് 2 numbers ഈസ് 16 ആൻഡ് ദെയർ ഡിഫറൻസ് ഈസ് 6. ഫൈൻഡ് ദ നമ്പേഴ്സ് എന്നാണ്. മനസ്സിലായല്ലോ? അപ്പോൾ അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കുക. ഇപ്പോൾ ആദ്യത്തെ സംഖ്യ, ഒരു വലിയ സംഖ്യ ഉണ്ടല്ലോ, ആ വലിയ സംഖ്യ നമുക്ക് എന്തായിട്ട് എടുക്കാം? x ആയിട്ട് എടുക്കാം. രണ്ടാമത്തെ സംഖ്യ ചെറിയ സംഖ്യയാണ്, ആ ചെറിയ സംഖ്യ നമുക്ക് എന്തായിട്ട് എടുക്കുക? y ആയിട്ടും എടുക്കുക. ആണോ? ഫസ്റ്റ് നമ്പർ അല്ലെങ്കിൽ ലാർജർ നമ്പർ, വലിയ സംഖ്യ സമയം x, ചെറിയ സംഖ്യ സമയം എന്തായിട്ട് എടുക്കുക? y എന്നും. ലാർജർ നമ്പർ x, സ്മോളർ നമ്പർ y എന്ന് എടുക്കുക. ഇനി എന്താണ് ഇക്വേഷൻ ഉണ്ടാക്കാൻ നമുക്ക് തന്നിട്ട് നോക്കൂ. സം ഓഫ് നമ്പേഴ്സ്, ആ 2 നമ്പറുകൾ കൂട്ടിയാൽ, അപ്പോൾ ആ എക്സും വൈയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുന്നതാണ്? കൂട്ടിക്കഴിഞ്ഞാൽ 16 കിട്ടുന്നതാണ് പറഞ്ഞത്. കേട്ടോ? കുറച്ച് കഴിഞ്ഞാൽ 6 കിട്ടുമെങ്കിൽ x - y എത്ര കിട്ടും? 6 കിട്ടും. വലുതെന്ന് ചെറുത് കുറച്ചു, അപ്പോൾ അത്ര 6 കിട്ടും. കേട്ടോ? ഇതിന് നമുക്ക് സമവാക്യം 1 എന്ന് പേര് കൊടുക്കാം. ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? സമവാക്യം 2 എന്നും പേര് കൊടുക്കാം. കേട്ടോ? ഇനി ഈ 2 സമവാക്യങ്ങൾ നോക്കൂ. 2 സമവാക്യങ്ങൾ എന്താ ചെയ്യുക നോക്കാം. ഇവിടെ ഞാൻ പറഞ്ഞ നിങ്ങളോട് കൂട്ടും ചെയ്യാം, നമുക്ക് കുറയ്ക്കും ചെയ്യാം. നമ്മൾ ആദ്യം കൂട്ടിയാണ് നോക്കേണ്ടത്. കൂട്ടി നോക്കിയിട്ട് ഒരു ചര ഇല്ലാതാവുക എന്നുള്ള പ്രശ്നം ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് നോക്കിയാൽ മതി. ഇവിടെ നോക്കുക. ഇവിടെ പ്ലസ് വൈ ഉണ്ട്, ഇവിടെ മൈനസ് വൈ. ഒരേപോലെ പ്ലസും മൈനസും വന്നു കഴിഞ്ഞാൽ കൂട്ടി കഴിഞ്ഞാൽ എന്ത് കിട്ടും? 0 കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് ഒന്നാമത്തെ സമവാക്യം രണ്ടാമത്തെ സമവാക്യം നമുക്ക് എന്ത് ചെയ്യുക? കൂട്ടി വെക്കാം. കൂട്ടണ അടിയിൽ വരയ്ക്കുക. 16ഉം 6ഉം കൂടി കൂട്ടി കഴിഞ്ഞാൽ 22 കിട്ടും. ഉണ്ടോ? പ്ലസ് വൈയും മൈനസ് വൈയും കൂടി കൂട്ടുമ്പോൾ 0. അവിടെ ഒന്നും എഴുതണ്ട. എക്സും കൂടി എഴുതുമ്പോൾ 2x. ഇപ്പം എന്തായി? 2x = 22. ശരിയല്ലേ? 2x = 22 ആവുമ്പോൾ x = 22/2 എത്ര ഉണ്ടാവും? 11. കേട്ടോ? x എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 11 എന്ന് കിട്ടി. അതായത് x ആയിട്ട് നമ്മൾ എന്താ എടുത്ത്? വലിയ സംഖ്യ നമ്മൾ x ആയിട്ട് എടുത്ത്. അപ്പോൾ വലിയ സംഖ്യ എത്രയാണ്? 11 എന്ന് കിട്ടി. കിട്ടിയോ? കിട്ടി. ഇനി ചെറിയ സംഖ്യ കാണാൻ ചെയ്താൽ മതി, y കാണാൻ ചെയ്താൽ മതി. ഈ എക്സിന്റെ 11 ലെവൽ ഇതിൽ ഏതെങ്കിലും ഒരു സമവാക്യത്തിൽ കൊടുത്താൽ മതി. ഒന്നാമത്തെ സമവാക്യത്തിന് നമുക്ക് എടുക്കാം. ഒന്നാമത്തെ സമവാക്യം x + y = 16 എന്നല്ലേ? അല്ലേ? എക്സിന് പകരം 11 കൊടുത്താൽ 11 + y = 16. 11ഉം വൈയും കൂടി കൂട്ടുമ്പോൾ 16 കിട്ടും. അപ്പോൾ y എത്ര കിട്ടുക? 16 - 11 എത്ര കിട്ടും? 5. y = 5. കണ്ടോ? അതായത് ആദ്യത്തെ സംഖ്യ എത്രയാണ്? വലിയ സംഖ്യ എത്രയാണ്? 11 ആണ്. രണ്ടാമത്തെ സംഖ്യ എത്രയാണ്? 5. അത് ശരിയാണോ നോക്കുക. 11ഉം 5 കൂടി കൂട്ടി എത്ര കിട്ടുക? 16 കിട്ടും. 11 5 കുറച്ച് നോക്കുക, എത്ര കിട്ടും? 6 കിട്ടും. അപ്പോൾ സംഖ്യകൾ 11,5. കേട്ടോ? അങ്ങനെയൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ ആണെങ്കിൽ കുറച്ചാലും കിട്ടും. എക്സിന്ന് എക്സ് കുറച്ചാലും 0 കിട്ടും. അങ്ങനെ കുറച്ചാലും കൂടെ ആൻസർ. അപ്പോൾ വൈൻ്റെ വില കിട്ടും. അപ്പോൾ കുറയ്ക്കണ ചിലപ്പോൾ വൈന്ന് ഈ വൈ അല്ല കുറയ്ക്കുക, വൈന്ന് -y ആണ് കുറയ്ക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് കൂട്ടുകയാണെങ്കിൽ, കൂട്ടിയാൽ 0 കിട്ടുകയാണെങ്കിൽ അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്.
അതല്ല കൂട്ടുമ്പോൾ 0 കിട്ടണം, ഒരു ചരം ഇല്ലാതാവുകയാണെങ്കിൽ അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അത് കിട്ടണില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, കുറച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഇങ്ങനെയുള്ള കണക്കുകൾ ചെയ്യാൻ വേറൊരു എളുപ്പവഴി കൂടി ഉണ്ട്. അത് നമുക്ക് അടുത്തൊരു സെഷനിൽ വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. സർവ്വസമവാക്യങ്ങൾ ഉപയോഗിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. ആ സമയത്ത് ഞാൻ ഇതിൻ്റെ എളുപ്പവഴി പറഞ്ഞുതരും. ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്: 2 സമവാക്യങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കണം, എന്നിട്ട് കൂട്ടി നോക്കുക. കൂട്ടുമ്പോൾ ഒരു ചരം ഇല്ലാതാവും, മറ്റേതിൻ്റെ വില കിട്ടും. അങ്ങനെ ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പോൾ ഇതേപോലുള്ള ഐഡിയകൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ഇക്വേഷൻസ് സോൾവ് ചെയ്യാനുള്ള ടെക്നിക്കുകൾ നല്ലപോലെ പഠിച്ചു വെക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കുക, ഞാൻ തരുന്ന ക്വസ്റ്റ്യൻസ് ചെയ്തൊക്കെ ചെയ്ത് എന്ത് ചെയ്യണം, ക്ലിയർ ആക്കണം. ഇതിന് നോട്ട് പറഞ്ഞു തരാനില്ല. മനസ്സിലായാലും നോട്ട് പറഞ്ഞല്ലോ, ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് നോട്ടുള്ളത്. ഇത് എങ്ങനെ പറഞ്ഞു തരിക, അത് നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചെയ്ത് എന്ത് ചെയ്യണം, പഠിക്കണം. ക്വസ്റ്റ്യൻസ് ഞാൻ തരും. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എന്നോട് ചോദിക്കണം. അത് ചോദിച്ച് എന്ത് ചെയ്യുക, ക്ലിയർ ആക്കുക. അങ്ങനെ ചെയ്ത് എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, താങ്ക് യു.